അതിന് ഒരു മുട്ടുകുത്താൻ പരുവമുള്ളൊരു സ്ഥലത്താണെങ്കിൽ അപ്പോൾ മുട്ടുകുത്തണമെന്നാണ് അച്ഛൻ്റെ അഭിപ്രായം. കാര്യം നമ്മൾ 2-3 കാര്യങ്ങൾ അതിലൂടെ പറയുന്നു. ഒന്ന്, നമ്മൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ഫീൽ ചെയ്യുന്നു. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാമേ, ഞാനൊരു 10 ഇപ്പോൾ ഈ സഭയിൽ വന്നിട്ട് തന്നെ 46 കൊല്ലമായി. 46 കൊല്ലം മുമ്പ് ഞാൻ സെമിനാരിൽ ചേരണം. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ ഉള്ള വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനാ രീതികൾ, മെഡിറ്റേഷൻ റൈറ്റുകൾ ഒക്കെ കണ്ടാലും നമുക്ക് മനസ്സിലാകുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇതിനെല്ലാം ആൾക്കാർക്കുണ്ടാകുന്ന റിസൾട്ട് വാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു നെറ്റ് ഇഫക്റ്റ് ഉടമ്പടിയിലെ ദൈവജനം അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ തനി സാന്നിധ്യമാണ്. അത് ആദ്യകാലങ്ങളിൽ ഞാൻ ഓർത്തിരുന്നത് ഇത് ഓരോരുത്തരുടെ ആധ്യാത്മികമായ ഒരു കപ്പാസിറ്റിയുടെ ഭാഗമായിട്ട് ഒറ്റപ്പെട്ട അനുഭവങ്ങളായിട്ട് വരുന്നതാണ് എന്നാണ് എനിക്ക് 2016 മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴ് നമുക്കറിയാം, ആൾക്കാർ സാക്ഷ്യം പറയുമ്പോൾ വ്യത്യസ്തമായ ദൈവത്തിൻ്റെ സാന്നിധ്യം എല്ലാ ദിവസവും ആരെങ്കിലും തിരിച്ചറിഞ്ഞതായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. അവിടെ സാക്ഷ്യം തിരിച്ചറിഞ്ഞതായിട്ട്, ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞതായിട്ട് അവർ വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോഴേ എനിക്ക് മനസ്സിലായ ഒരു സത്യം, ഉടമ്പടി ബേസിക്കായിട്ട് ഉടമ്പടി ദൈവത്തിൻ്റെ സാന്നിധ്യം ബൈ പേഴ്സണൽ പ്രസൻസ് നമുക്ക് അനുഭവവേദ്യമാക്കുന്ന ഏറ്റവും ശക്തമായ ഒരു ദൈവിക പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് ഉള്ള ഒരു അപേക്ഷ, നിങ്ങൾ ഈ വിഷയങ്ങളെല്ലാം ഒന്നുകൂടി പഠിക്കണം എന്നുള്ളതായിരിക്കും. ഉടമ്പടിയെക്കുറിച്ച് പഠിച്ചിട്ട് ഇതിൻ്റെ ഓരോ സബ്മിഷൻസ് വരുമ്പോൾ എല്ലാം നിങ്ങൾ തന്നെ ചോദിക്കണം, എന്തിനാണ് ഇങ്ങനെ സബ്മിറ്റ് ചെയ്യണത്, എന്തുകൊണ്ടാണ് ഞാൻ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന വായിക്കുന്നത്, എന്തുകൊണ്ടാണ് ഞാൻ ഈ ഉടമ്പടി തൈലം തേക്കുമ്പോൾ വിശ്വാസ പ്രമാണം ചെല്ലണമെന്ന് പറയണത്, അല്ലെങ്കിൽ ഉടമ്പടി ഉപ്പ് തളിക്കുമ്പോൾ വിശ്വാസ പ്രമാണം ചെല്ലണമെന്ന് പറയണത്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ചെയ്വനകൾ ആണ്. എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല പ്രശ്നം. എന്ത് ചെയ്താലും ഒരു 50% റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. പക്ഷെ നിങ്ങളതിൻ്റെ തിയററ്റിക്കൽ സൈഡ് നോക്കണം. പ്രാക്ടിക്കൽ സൈഡിന് 50 പോയിൻ്റാണ് ഉള്ളത്. ഉദാഹരണത്തിന് നിങ്ങൾ ഉപ്പ് കൊണ്ടുപോയി യൂണിവേഴ്സിറ്റിയുടെ വാതിക്ക് ഇടുന്നു. അപ്പോൾ ബുദ്ധിയോട് വിചാരിക്കും, എന്ത് മണ്ടത്തരമാണ് ഈ ശാസ്ത്രീയ യുഗത്തിൽ ബുദ്ധിബോധമില്ലാത്ത മനുഷ്യന് അന്ധവിശ്വാസം തലേ കയറ്റിയിട്ട് ഓരോ ഭ്രാന്തന്മാർ കാണിച്ചു കൂട്ടുന്ന കളി കണ്ടില്ലേ എന്ന് ചിലർക്ക് തോന്നാം. പക്ഷെ ആ ഉപ്പ് ഇടുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണത് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് ഉപ്പ് കൊണ്ടുപോയി ലോകം മുഴുവൻ വിതറന്നല്ല ഞാൻ പറയണത്. അറ്റ കൈക്ക് ചില സമയത്ത് വിശ്വാസം എക്സിക്യൂട്ട് ചെയ്യണ ഒരു സമയമുണ്ട്. അല്ല, ഇതൊരു സർവ്വസാധാരണമായ ഒരു ആപ്ലിക്കേഷൻ മോഡല്ല. തോന്നുമ്പോൾ ഉപ്പ് വിതറുകയും ഓരോരോ കാര്യം ചെയ്യുക, അത് ബുദ്ധിയും ബോധം ഇല്ലാത്തവർ തന്നെ ചെയ്യണത്. പക്ഷേ ഇത് അറ്റക്കൈ, എൻ്റെ കയ്യിൽ ഇനി വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല എന്ന് പറയുമ്പോൾ അവരെന്തുകൊണ്ടാണ് അത് ഇടുമ്പോഴെന്താ സംഭവിക്കണത്? നമ്മൾ ആ മേഖല മുഴുവനും ക്രിസ്തുവിൻ്റെ അധികാരത്തിൽ കൊണ്ടുവരികയാണ്. ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ് ആക്ച്വലി ഹാപ്പൻ. കാര്യം നമ്മളുടെ ഒരു ശക്തി പോയി അവിടെ. അതായത് ഇപ്പോൾ ഒരു ചെടുത്ത് സാക്ഷ്യം പറഞ്ഞ എന്താ, മകളുടെ കാര്യത്തിന് ടീച്ചർ സാക്ഷ്യം പറഞ്ഞ എന്താ, അവർ യൂണിവേഴ്സിറ്റി കൊണ്ടുപോയി, ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ കൊണ്ടുപോയി, എൻ്റെ വാതിക്കൽ കൊണ്ടുപോയി, ആരും ചവിട്ടാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഉപ്പിട്ടെന്നാണ് പറഞ്ഞത്. ഉപ്പിടുന്നത് എന്തിനാണ്? അതൊരു മീഡിയമാണ്. എന്നിട്ട് എന്താണ് ഇവർ ചെല്ലണത്? തെറ്റിക്കാതെ വിശ്വാസ പ്രമാണം ചെല്ലും. എന്നുവെച്ചാൽ അർത്ഥം എന്താണ്?
നമ്മളൊരു പദാർത്ഥം, ഒരു മെറ്റീരിയലാണത്, ഉപ്പായാലും എന്തായാലും. ആ മെറ്റീരിയൽ നമ്മൾ സ്ഥാപിക്കണം. ഇപ്പോൾ മെറ്റീരിയൽ എന്ന് പറയുന്ന സംഭവം, പദാർത്ഥം, അത് ചില സമയത്ത് മീഡിയമായിട്ട് വർക്ക് ചെയ്യും. മീഡിയം, ഇപ്പോൾ കുരിശ് പോലും ഒരു മീഡിയമല്ലേ. കർത്താവിന് വേണമെങ്കിൽ പിതാവായ ദൈവത്തിന് മനുഷ്യൻ്റെ പാപങ്ങളെല്ലാം മോചിച്ചിരിക്കണമെന്ന് ഒറ്റ വാക്ക് പറഞ്ഞാൽ പോരെ. പക്ഷെ ദൈവനീതി അങ്ങനെയല്ല. ദൈവനീതി എക്കാലത്തേക്കുമുള്ള രക്ഷയുടെ ഒരു സമവാക്യമോ സൂത്രവാക്യമാകുമ്പോൾ ആർക്കെല്ലാം അതിൻ്റെ അകത്ത് ഏതെല്ലാം കാലഘട്ടത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നു അവർക്കെല്ലാം റിട്ടേൺസ് കിട്ടും. നമ്മുടെ വിശ്വാസത്തെ ഒരു വേദപാഠകാല ക്ലാസ്സിൽ നിന്ന് പഠിച്ചെടുക്കേണ്ട അതിൻ്റെ ഒരു മൈനർ ആയിട്ടുള്ള ഒരു വിഷയത്തിൽ നിന്ന് നമ്മൾ കുറച്ചുകൂടി അതിൻ്റെ ഹയർ ഗ്രേഡിലേക്ക് വരുമ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് ബുദ്ധിപരമായ ചില അപ്രിഹെൻഷൻസ് വേണം. വാട്ട് വി ആർ ആക്ച്വലി ഡൂയിങ്, അതൊരു ഇൻസ്റ്റാലേഷനാണ്, സ്ഥാപിക്കലാണ്. നമ്മൾ കാശുരൂപം കുഴിച്ചിടുന്നെന്ന് പറയരുത്, അതൊക്കെ ചുമ്മാ ഈ കൂടുതൽക്കാർ പറയണതാണ്. വാട്ട് വി ആർ ഡൂയിങ് ഈസ് ഇൻസ്റ്റാലേഷൻ ഓഫ് ദി മെഡൽ. സ്ഥാപിക്കുന്നത് നിനക്ക് സ്വാധീനമില്ലാത്ത സ്ഥലം, നിനക്ക് സ്വാധീനമില്ലാത്ത വിഷയം, അവിടെ പിന്നെ ആർക്കാണ് സ്വാധീനം ഉണ്ടാകുന്നത്? ക്രിസ്തുവിനാണ്. ഉറപ്പല്ലേ? മാനുഷികമായ സ്വാധീനം അസ്തമിക്കുമ്പോൾ പിന്നെ എന്താ മാർഗം? അവിടെ ദൈവസ്വാധീനമേ പറ്റത്തുള്ളൂ. എന്തുകൊണ്ടാണ് ക്രിസ്തുവിനെ നമ്മൾ റിയലൈസ് ചെയ്യാൻ കാരണം? ക്രിസ്തുവിനെ ആപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടി, ക്രിസ്തുവിനെ ലഭിക്കാൻ, ക്രിസ്തുവിൻ്റെ ശക്തിക്ക് അധീനമാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ഇൻസ്റ്റാലേഷൻ പ്രക്രിയയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ എല്ലാമാണ്. മനസ്സിലായില്ലേ? ക്രിസ്തു ഉടമ്പടി റിലേ ചെയ്യണത് കൊളോസ്യസ് 3:11 എന്താണ്? ക്രിസ്തു എപ്പോഴും പറയണ അച്ഛൻ എന്താണ്? ക്രിസ്തു എല്ലാമാണ്. പിന്നെ എന്താണ്? ക്രിസ്തു എല്ലാവരിലേക്കും ആപ്ലിക്കബിളാണ്, എല്ലാവരിലുമാണ്. കൊളോസ്യസ് 3:11. ഇനി ഹെൽപ്പ് ദോസ് ഹു ഹാവ് ഓൾ കൈൻഡ് ഓഫ് ട്രബിൾസ്. ആദിമസഭയിൽ പലതരത്തിൽ പ്രശ്നമുള്ള ആൾക്കാരുണ്ടായിരുന്നു. നമ്മളൊരു അപ്പോസ്റ്റലിക് സ്പിരിച്വാലിറ്റിയാണ് ഫോളോ ചെയ്യണത്. ട്രഡീഷണലാണ്, പക്ഷേ അപ്പോസ്റ്റലിക്. ഞാനെപ്പോഴും നോക്കുന്ന എൻ്റെ നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ തരികയോ നിങ്ങൾക്ക് തരാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും ദൈവത്തോട് ചോദിക്കുകയോ ചെയ്യുമ്പോൾ ഞാനെപ്പോഴും ഈശോയെ പറയും, ബ്രാൻഡഡ് ആയിരിക്കണം, അപ്പോസ്റ്റലിക് ആയിരിക്കണം എന്ന് പറയും. ഞാൻ അങ്ങനെ എപ്പോഴും ചിന്തിച്ചിട്ടുള്ള അപ്പോസ്റ്റലിക് ആയിരിക്കണം. കാര്യം അപ്പോസ്റ്റലിക് ആകുമ്പോൾ മനുഷ്യൻ്റെ ഇമാജിനേഷൻസ് ഒന്നും ഇല്ലാതെ, മനുഷ്യൻ്റെ ഓരോ കാലഘട്ടങ്ങൾക്ക് ദൈവം കൊടുക്കുന്ന പ്രത്യേകമായ പദ്ധതി പ്രകാരമുള്ള പുതിയ ട്രഡീഷൻസ് അല്ലാതെ റോ ആയിട്ട് ആദിമസഭ അനുഭവിച്ച പവർ ഓഫ് ദി ലോഡ്, ദൈവത്തിൻ്റെ ശക്തി. അതാണ് നമ്മൾ ഉടമ്പടിയാണെങ്കിലും, ഉടമ്പടി ആദിമസഭയ്ക്ക് മുമ്പേ ഉള്ളതാണ് അല്ലേ. എബ്രാഹത്തിൻ്റെ കാലം മുതലുള്ള പൗരാണികമായ ദൈവിക പദ്ധതിയാണ്. ഈ എബ്രാഹത്തിൻ്റെ കാലം മുതലുള്ള പൗരാണികമായ ദൈവിക പദ്ധതി വാഗ്ദാനങ്ങളുടെ അടിസ്ഥാനമാണ്. 7582 ചില വെബ്സൈറ്റുകൾ പറയും, ചില വെബ്സൈറ്റുകൾ 8552 പറയും. അത്രയും വാഗ്ദാനങ്ങളുണ്ട് ബൈബിളിൽ. മനുഷ്യൻ്റെ ഈ ഫിസിക്കാലിറ്റി, അതുപോലെ തന്നെ അവൻ്റെ സ്പിരിച്വാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരവും അവൻ്റെ ആത്മാവും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ദൈവത്തിൻ്റെ ഇടപെടൽ ഉറപ്പ് വരുത്താൻ പറ്റുന്ന ഒരു പദ്ധതിയാണ് ഈ വാഗ്ദാനം എന്ന് പറയുന്നത്. അങ്ങനെ 8000ഓളം വാഗ്ദാനങ്ങൾ ദൈവം ബൈബിളിൽ കൊടുത്തിട്ടുണ്ട്. ഈ വാഗ്ദാനമെല്ലാം നമ്മൾക്ക് എന്തിനുള്ളതാണ്? വാഗ്ദാനം നമ്മൾ എന്താ ചെയ്യണത്? വാഗ്ദാനം നമ്മൾ പ്രാപിക്കുകയാണ് ചെയ്യണത്. ക്ലിയർ അല്ലേ? 3 റെലംസിലേക്കാണ് നമ്മൾ വാഗ്ദാനം പ്രാപിക്കണത്. ഒന്ന്
നമ്മുടെ ശരീരത്തിൽ വാഗ്ദാനം പ്രാപിക്കും. അപ്പോഴാണ് ഹീലിംഗ് ഉണ്ടാകുന്നത്, ഇല്ലേ? രണ്ടാമത് നമ്മുടെ മനസ്സിൽ വാഗ്ദാനം പ്രാപിക്കും, അപ്പം ധൈര്യം ഉണ്ടാകും. നമ്മുടെ ആത്മാവിൽ വാഗ്ദാനം പ്രാപിക്കും, അപ്പം നിത്യജീവൻ ഉണ്ടാകും. ഇങ്ങനെ എല്ലാം ക്രിസ്തുവിൻ ആണ്. നമുക്കറിയാമല്ലോ, സകല വാഗ്ദാനങ്ങളും പറഞ്ഞേ, സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. ക്ലിയർ ആയില്ലേ? അപ്പോൾ 8000 വരുന്ന വാഗ്ദാനങ്ങൾ ഇനി ഒരു 4000 കൊല്ലം മനുഷ്യരാശി മുന്നോട്ട് പോകുകയാണെങ്കിൽ അന്ന് ആവശ്യമായ മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ അതെല്ലാം അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ദൈവം വാഗ്ദാനം തന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? അല്ലാതെ ഈ കാലഘട്ടത്തിൽ വാഗ്ദാനം തീരുന്നില്ല. ഒരു 4000 കൊല്ലം കൂടി ഹ്യൂമാനിറ്റി സർവൈവ് ചെയ്യുകയാണെങ്കിൽ അന്ന് ഉള്ള ആവശ്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഇപ്പം ഞാൻ ചില സമയത്ത് അപ്പോളോയിലൊക്കെ പോയ ആൾക്കാർ അവർ ക്യാപ്സൂൾ കഴിച്ചുകൊണ്ടാണ് പോയത്, അല്ലേ? 4 ദിവസത്തെ ഭക്ഷണമായിട്ട് ക്യാപ്സൂൾ കഴിച്ചുകൊണ്ട് പോയി. ബഹിരാകാശ ജീവികൾക്കെല്ലാം ക്യാപ്സൂൾ കഴിക്കാൻ പറ്റത്തുള്ളൂ, ക്യാബേജ് പുഴുക്ക് തിന്നാൻ പറ്റുമോ? അപ്പം അതെല്ലാം അതിൻ്റെ മിനറൽസ് എല്ലാം എടുത്ത് വൈറ്റമിൻസ് എല്ലാം എടുത്തിട്ട് ആ ക്യാപ്സൂളാക്കിയിട്ട് ഒരു ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യമായ സംഭവങ്ങൾ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി മനുഷ്യരാശി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ന് കാണുന്ന കിച്ചൺ വരെ അപ്രത്യക്ഷമാകാൻ സാധ്യതയുണ്ട്. ഇന്ന് കാണുന്ന കിച്ചൺ വരെ ഇപ്പോൾ നമ്മുടെ ആദ്യം ഫയർ ഫ്രീ ആയി, പിന്നെ ഗ്യാസ് ഫ്രീ ആയി. ഇപ്പോൾ കിച്ചണിൽ ഗ്യാസൊന്നുമില്ല, വേറെ ഒരു തരം കിച്ചണാണ് വരുന്നത്. അതുപോലെ തന്നെ ഇനി കിച്ചൺ പോലും വേണ്ടാത്തൊരു കാലം ഉണ്ടാകും. കിച്ചൺ പോലും ആവശ്യമില്ലാത്തൊരു കാലം ഒരു പക്ഷേ 1000 കൊല്ലമോ 500 കൊല്ലമോ കഴിയുമ്പോൾ ഉണ്ടാകും. ഇവിടെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യരാശി മുന്നോട്ട് പോകും തൊട്ട് ആ കാലങ്ങളെല്ലാം നമുക്ക് സമ്മർദ്ദത്തിലാക്കുന്ന വ്യത്യസ്തങ്ങളായ ബേസിക്സുകൾ, നീഡുകൾ, അടിസ്ഥാന ആവശ്യങ്ങൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ബൈബിള് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയണത് 1 കൊരിന്ത്യസ് 1:20 വായിച്ചോളൂ. ശ്രുതികടെ ഹല്ലേലൂയ. 1:20 ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും എന്ന് പറഞ്ഞ ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. വാഗ്ദാനം നമ്മളെങ്ങനെ പ്രാപിക്കണം? സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ. അപ്പം അതിൻ്റെ എല്ലാം ഉണ്ടേ, നിങ്ങളുടെ IELTS-ഉം വസ്തുവിൽപ്പനയും എല്ലാ വിഷയമുണ്ട്, സകലമാണ്. അത് ഓർത്തേക്കണം. മരിയൻ ഉടമ്പടി എന്തുകൊണ്ടാണ് മരിയനാകണം? അതിൻ്റെ കാരണം എന്താണ്? മരിയൻ ഉടമ്പടി സ്വാഭാവികമായിട്ടും ബൈബിളിൽ വാഗ്ദാനം പ്രാപിക്കാനുള്ള ഒരു നടപടിക്രമമാണ്. ബട്ട് വി ആർ ഡൂയിങ് മരിയൻ കവനൻറ്റ്. വൈ? എന്തുകൊണ്ടാണ് മരിയനാകാൻ കാര്യം? മരിയനാകാൻ കാരണം ടൈമാണ് പ്രശ്നം. കാര്യം മനുഷ്യന്മാരുടെ എപ്പോഴും അഭിമുഖീകരിക്കുന്ന ഒരു പ്രോബ്ലം ടൈമാണ്. എപ്പോഴും ടൈം ആൻഡ് പ്ലേസ്. നമുക്ക് സമ്മർദ്ദങ്ങൾ വരാൻ സാധ്യതയുള്ളത്, നമുക്ക് ഗുണമോ ദോഷമോ വരാൻ സാധ്യതയുള്ള 2 എൻറ്റിറ്റി എന്ന് പറയുന്നത് ഒന്ന് ടൈമാണ്, പിന്നെ എന്താണ്? ഒന്ന് സ്പേസ്, ഒന്ന് കാലം വില്ലനാവും, അല്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് 37 വയസ്സായി എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ണാടി നോക്കിയിട്ട് മുടി നരച്ചു, ഇപ്പോൾ കല്യാണം കഴിച്ചില്ല, എനിക്ക് നോക്കി പെണ്ണ് കിട്ടുമോ എന്നൊക്കെ നിൽക്കുമ്പോൾ കാലമാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് അവിടെ, അല്ലേ? കാലം വില്ലനായി നിൽക്കും. ഇനി ദൈവം എപ്പോഴും ചിന്തിക്കണം. അതുപോലെ തന്നെ സാഹചര്യം. ഇപ്പം നമ്മുടെ നെടുമ്പാശ്ശേരിയിലൊക്കെ നിൽക്കുകയാണെങ്കിൽ, വിമാനത്താവളത്തിൽ നിൽക്കുകയാണെങ്കിൽ ആൾക്കാർ കള്ളിയും കൊണ്ട് കൊടുത്താണ് ഇപ്പോൾ വിമാനത്തിൽ കയറണത്. പണ്ടൊക്കെ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് നല്ല ടിപ്പ് ടോപ്പ് ഡ്രസ്സൊക്കെ ഉപയോഗിച്ച് ഇതൊക്കെ എയർ സ്യൂട്ടൊക്കെ ഉപയോഗിച്ചാണ് ആൾക്കാർ കയറിക്കൊണ്ടിരുന്നത്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ആൾക്കാർ പ്രൈവറ്റ് ബസ്സൊക്കെ കയറുന്ന പോലെ കയറി പോവുകയാണ്. രാജ്യം പിടിക്കുകയാണ്, കേരളം രാജ്യം പിടിക്കുകയാണ്. ഒരിക്കലും ചിന്തിക്കാതിരുന്ന ഇപ്പം ചെറുപ്പക്കാർ പോകുന്നതിൽ പ്രശ്നമില്ല. അതല്ല, ഇപ്പോഴും ചെറുപ്പക്കാരെ വിടുന്നത് എന്താണ്? മാതാപിതാക്കന്മാർക്ക് ഈ സ്ഥലം അടുത്തതുപോലെയാണ്.
പല മാതാപിതാക്കന്മാരുടെ ആവേശത്തോടെ മക്കളെ പ്രൊമോട്ട് ചെയ്യണം. എന്തിനാണ്? അവർക്കും പോകാൻ വേണ്ടിയാണ്. അവർക്കൊരു ഷിഫ്റ്റ് ആവശ്യമാണ്. അവരൊരു ഷിഫ്റ്റാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊരു സംഭവം ഞാൻ ഒരു തൊഴിലാളി നേതാവ്, കുറേ നേതാക്കന്മാരൊക്കെ ആയിട്ട് ബന്ധമുണ്ടല്ലോ, ഈ വിഴിഞ്ഞ സമരത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോഴേ ഞങ്ങളിടയ്ക്ക് ഡിസ്കസ് ചെയ്തപ്പോൾ ഒരു അമ്മ, ഇന്നലെ ഒരു ഡിസ്കഷനായിരുന്നു ഞാനിപ്പോൾ പറയണം, ഒരമ്മ കൂടാരത്തിൻ്റെ വാതിക്കലിരിക്കുകയാണ്. കൂടാരം എന്ന് പറഞ്ഞത് ഈ ഇപ്പോഴത്തെ അവസ്ഥ കടൽ കയറിപ്പോയി 2 നില വീടുണ്ടായിരുന്ന ആൾക്കാരാണ്. 2 നില വീടുണ്ടായിരുന്ന ആൾക്കാരാണ്. ഈ തുറമുഖം വന്നതോടുകൂടി അതിൻ്റെ കടലിലോട്ട് ഉള്ള പുലിമുട്ടുകൾ 10-300 മീറ്റർ കെട്ടിയപ്പോൾ തന്നെ വെള്ളത്തിൻ്റെ ഒഴുക്ക് എതിരായിട്ട് ബാധിച്ചിട്ട് ഒരു വശത്ത് മണ്ണ് വെക്കുകയും ഒരു വശത്ത് കടൽ തുരന്നെടുക്കുകയും ചെയ്യും. അപ്പോൾ വലതുവശത്ത് എപ്പോഴും തുരപ്പുണ്ടാകും. എന്ത് തരത്തിലുള്ള പഠനങ്ങൾ നടത്തിയെന്ന് പറഞ്ഞാലും അതെല്ലാം കള്ളത്തരമാണ്. കാര്യം ലോകം മുഴുവൻ അറിയാം. കൊച്ചി തൊട്ടിങ്ങോട്ട് കൊച്ചി തുറമുഖം വെച്ചതിന് ശേഷം തുരന്നത് പുറക്കാട് വരെയാണ് തുരന്നിരിക്കുന്നത്. കടലിലേക്ക് ഇങ്ങനെ കടൽ ചുഴച്ചെടുത്തുകൊണ്ട് പോകും. അങ്ങനെ 2 നില വീട് ഉണ്ടായിരുന്നത് കടലിൽ പോയ ഒരു അമ്മയാണ്. ഒരു തകര ഷീറ്റ് പോലൊരു സംഭവത്തിൻ്റെ അകത്ത് ബാധിക്കലിരിക്കുകയാണ്. ഞങ്ങൾക്കുണ്ട് മനുഷ്യാവകാശം എന്നും പറഞ്ഞ് ഒരു നീന്തൽ നടത്താൻ വേണ്ടി, കാര്യം ആൾക്കാരുടെ ശ്രദ്ധ പിടിക്കാൻ, കാര്യം ഒരു അവകാശം കവർന്നെടുക്കുകയും അവകാശം ഇല്ലാതാക്കുകയും ചെയ്ത ഒരു സമൂഹത്തിന് വേണ്ടിയുള്ള അവകാശ പോരാട്ടത്തിൻ്റെ ഭാഗമായി അമ്മയോട് ചെന്ന് തൊഴിലാളി നേതാവ് ചോദിച്ചു, നീന്താൻ പറ്റുമോ ഞങ്ങൾക്കൊപ്പം എന്ന് പറയും. അപ്പോൾ അവർ നീന്തണവരാണ്, കടലിൽ നീന്തണ സ്ത്രീയാണ്. അപ്പോൾ നീന്താം. പക്ഷേ അപ്പം ഞാൻ ചോദിച്ചു, മക്കളിവിടെ ഇല്ലേ? ഞങ്ങളല്ല, കൂടെ ഉണ്ടായിരുന്ന സഹോദരങ്ങൾ ചോദിച്ച് മക്കളില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, മക്കളെ ഞാൻ 2 പേരെയും ബ്രിട്ടനിൽ വിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. 2 പേരെ ഇംഗ്ലണ്ടിലോട്ട് വിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. എന്തിനു? സ്റ്റഡി വിസയിൽ പോയിരിക്കുകയാണ്. അപ്പോൾ അവൻ അമ്മയുടെ കാലെ പിടിച്ച് പറഞ്ഞ്, അമ്മ ഞാൻ പോകത്തില്ല. കാര്യം സ്റ്റഡി വിസയിൽ പോയാലുള്ള കുഴപ്പം, ഇനി 10 അതിൻ്റെ കടങ്ങളൊക്കെ പരിഹരിച്ചു, പിന്നെ ഞാനവിടെ ജോലി വാങ്ങിച്ചു, അതിൻ്റെ ലോൺ എടുത്തു, അതടച്ചൊക്കെ വരുമ്പോൾ 20 കൊല്ലമാവും എല്ലാം തീരുമ്പോൾ. അപ്പം എനിക്ക് നാട്ടിൽ വരാൻ അമ്മയുടെ മുഖം കാണാൻ പറ്റത്തില്ല, എന്നെ പറഞ്ഞു വിടല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ തിരിച്ചു പറയും, മകനെ, എൻ്റെ മുഖം നീ കാണത്തില്ലെന്ന് എനിക്കറിയാം, പക്ഷേ ഞങ്ങൾ ഇത്രയും നാൾ ആറ്റിക്കുട്ടി ഉണ്ടാക്കിയതാണ് കടൽ കൊണ്ടുപോയത്. അതേസമയം തന്നെ നീ ഇവിടെ നിന്നാലേ, നീ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ മരിക്കുമ്പോൾ 2 ദിവസം നിനക്ക് ദുഃഖം ഉണ്ടാകും. അത് കഴിയുമ്പോൾ നീ ഭക്ഷണം കഴിക്കുക, നിന്റെ കുഞ്ഞുമായിട്ട് ഇവിടെ ജീവിക്കും. പക്ഷെ കടങ്ങൾ ഒരു കാലത്തും മാറത്തില്ല. 2 ദിവസത്തെ ദുഃഖമാണ് നിനക്കുണ്ടാകാൻ പോണത് ഞങ്ങൾ മരിക്കുമ്പോൾ, ഞങ്ങളുടെ കൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ. പക്ഷേ എന്താ സംഭവിക്കണത്? നിനക്ക് അതിനുശേഷം ഈ ജന്മം മുഴുവൻ ദുഃഖമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കണ്ടാലും കണ്ടില്ലേലും നീ പോകണമെന്ന് പറയും. ഒരു സിറ്റുവേഷൻ കണ്ട തൊട്ടടുക്കുമ്പോഴാണ് നമുക്ക് ഈ പ്രസ്താവനകളൊക്കെ ഇറക്കാൻ എളുപ്പമാണ്. പക്ഷേ മനുഷ്യൻ്റെ അവസ്ഥകൾ കണ്ടില്ലേ? അതാണ് അവസ്ഥ. ആ മകൻ കയറിപ്പോയിരിക്കുകയാണ്. ഇനിയിപ്പോൾ പഠനത്തിൻ്റെ വിസാക്കൊക്കെ പോയിരിക്കുകയാണ്. ഇവിടെ ഒന്നും ഉള്ള ആൾക്കാരല്ല, ഉള്ളതെല്ലാം കടൽ കൊണ്ടുപോയവരാണ്. അവൻ തിരിച്ച് അമ്മയുടെ മരിപ്പിന് പോലും വരത്തില്ല. അതാണ്. അപ്പോൾ അവർക്കൊക്കെ അവകാശമില്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻസാണ് മനുഷ്യരാശി ഒരു ഷിഫ്റ്റിംഗ് മോഡിലാണ് ഇരിക്കുന്നത്. നമ്മൾ വളരെ അന്തസ്സോടെയൊക്കെ പറയുമെങ്കിലും ഒരു ഷിഫ്റ്റാണ്, ഒരു ടൈമാണ് ഈ സമയം. അതേസമയം ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. ചിലർ തിരിച്ചു വരും, ചിലർ വരത്തില്ല. ചിലർ തിരിച്ചു വരും. കാര്യം ഞാൻ എൻ്റെ ഇടവകയിൽ തൈക്കാട്ടുശ്ശേരിയിൽ ഞങ്ങൾ പെരുന്നാളൊക്കെ നടത്തിയിട്ട്
അവസാനം എല്ലാവർക്കും ഞാൻ വേണ്ടി ഞാനൊരു ഡിന്നർ അറേഞ്ച് ചെയ്തു. അപ്പം ഞങ്ങളെല്ലാവരെയും പെരുന്നാളിന് സഹായിച്ചവരെയും കൂടെ ഉള്ള കമ്മിറ്റിക്കാരും അവരുടെ ഭാര്യമാരും മക്കളെല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊരു വീട്ടിൽ കൂടി അങ്ങനെ ഇരുന്നുകൊണ്ട് പതുക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കാനഡയിലുള്ള ഒരു മകൻ അവിടെ ലീവിന് വന്നിട്ടുണ്ട്. അപ്പോൾ അവനോട് അവൻ്റെ അപ്പൻ വളരെ പ്രായമുള്ള നല്ലൊരു അധ്യാപകനായിരുന്നു. അപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞിരിപ്പുണ്ട്, അപ്പുറത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പനോട് ഇരിപ്പുണ്ട്, മകൻ എൻ്റെ അടുത്ത് ഇരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാ പരിപാടി, തിരിച്ച് വരുന്നുണ്ടാ? അപ്പോൾ അവൻ അപ്പനെ പുറകോട്ട് നോക്കി വെച്ച് വരത്തില്ലെന്ന്. എന്തൊക്കെ അപ്പം അറിയണ്ട, വരത്തില്ല, വരാൻ പറ്റുന്ന കണ്ടീഷൻ അല്ല. അതായത് നമ്മളുടെ ഇവിടുത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് അതിജീവനം വിഴിഞ്ഞത്ത് മാത്രമല്ല, കേരളം മുഴുവനും ജീവിത സാഹചര്യം മുഴുവനും ഒത്തിരിയേറെ പേര് വ്യത്യസ്തമായ രീതികളിൽ അതിജീവനത്തിൻ്റെ അവസ്ഥകളിൽ തന്നെയാണ്. കോവിഡ് കഴിഞ്ഞോടുകൂടി കടങ്ങൾ ഇരട്ടിയായില്ലേ അല്ലേ? കോവിഡ് കഴിഞ്ഞോടുകൂടി കടങ്ങൾ ഇരട്ടിയായി. അച്ഛനെന്താ പറഞ്ഞത്? കടം ഇരട്ടിയാകുകയും ചെയ്യും. കേന്ദ്ര സർക്കാർ ഗവൺമെൻറ്റും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഈ കാര്യത്തിൽ നമ്മളുടെ കടങ്ങളെ പരിഹരിക്കാൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത്ര കണ്ട് കടങ്ങളിലായിപ്പോയി. അപ്പോൾ മനുഷ്യൻ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ആശ്രയം വെച്ച ഇടങ്ങളെല്ലാം നമ്മളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ ഒറ്റക്കാകണ പോലെ തോന്നുന്നതാണ്. അതുകൊണ്ടാണ് ഈ മനുഷ്യന്മാർ ദൈവത്തോട് ഇങ്ങനെ മുറുകെ പിടിക്കുന്നതിൻ്റെ കാരണം. എൻ്റെ വിഷയം അതാണ്. എന്നിട്ട് അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഉടമ്പടി സാക്ഷ്യം കേൾക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ദൈവം എന്താണ് ചെയ്യുന്നത്? എൻ്റെ ഒരു പ്രോബ്ലം ഇത്രയേ ഉള്ളൂ. അതായത് നിങ്ങൾ എടുക്കുന്നവർ ഇത് ഒരു തരം എന്തെങ്കിലും ഒരു ഗിമിക്കായിട്ട് ചെയ്യരുത്. പല ആൾക്കാർക്കും അബദ്ധം പറ്റുന്നത് അങ്ങനെയാണ്. ചെയ്ത് നോക്കാം എന്നും പറഞ്ഞ് അവർ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് കുറച്ച് ഒപ്പിച്ച് ചെയ്ത് കുറച്ച് ചെയ്യാതെ, കുറച്ച് പ്രേക്ഷിത പ്രവർത്തനം ചെയ്ത് കുറച്ച് ചെയ്യാതെ അവരൊരു പരീക്ഷണ രീതിയിലാണ് ഈ വിഷയത്തോട് ഇടപെടുന്നത്. എൻ്റെ മക്കളെ, ഈ ഒരു കാലഘട്ടം വളരെ മോശമാണ്. ഈ കാലഘട്ടത്തിൻ്റെ കണ്ണീര് നല്ല ശരിക്കും നമുക്ക് രക്തത്തിന് നിറവുള്ളതാണ്. അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ പരീക്ഷിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ എന്ത് ഉദ്ദേശത്തിലാണ് ഉടമ്പടി പരീക്ഷിക്കേണ്ടത്? കിട്ടുമായിരിക്കും, നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പകുതി ചെയ്യത്തില്ല. ചിലപ്പോൾ കുമ്പസാരിക്കാൻ താമസിക്കുന്നു, ചിലർ പ്രേക്ഷിത പ്രവർത്തനം താമസിക്കുന്നു, ചിലർ പ്രാർത്ഥിക്കാൻ താമസിക്കുന്നു. അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. എന്തിനാണ്? പിന്നെ ചിലപ്പോൾ നിങ്ങൾ പുതുക്കുമ്പോൾ ചെയ്യുമായിരിക്കും. വൈ യു വേസ്റ്റ് യുവർ ടൈം? നിങ്ങൾ പുതുക്കുമ്പോൾ പിന്നെ കറക്റ്റ് ചെയ്യുമായിരിക്കും. നിങ്ങൾക്ക് എന്തുകൊണ്ട് ആദ്യമേ ആയിക്കൂടാ? ഇപ്പോൾ ഒരു സാക്ഷി, ഇപ്പോൾ ഇന്നലെ കേട്ട സാക്ഷി എന്താ? അതായത് അയാളെ മുടിയൊക്കെ വെള്ളത്തി കെട്ടി ഭാര്യയേക്കാൾ കഷ്ടമായിട്ടാണ് അയാൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ വല്ല കഞ്ചാവ് പാർട്ടിയോ ആയിരിക്കും വിചാരിക്കുന്നു. പക്ഷേ അല്ല, അയാളുടെ സ്റ്റൈലിനനുസരിച്ച് അയാളുടെ ഒരു രീതിയിൽ അത് കെട്ടിവെച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ വൈഫ് എന്താ പറയണത്? ഹസ്ബൻഡാണ്, നീ ഉടമ്പടി തൈലമെടുത്ത് ഇറങ്ങ്, പത്രം കൊണ്ട് നമുക്ക് പോകാം, എല്ലാ വീട്ടിലും കൊടുക്കാം എന്ന് പറയണത്. അപ്പോൾ അയാളെ കണ്ടാൽ നമുക്ക് തോന്നും അയാൾ ഈ മുടിയൊക്കെ ഈ സ്ത്രീകളെപ്പോലെ കെട്ടി ഇങ്ങനെയൊക്കെ ബോംബ് ചെയ്ത് വെച്ചിരിക്കണ ഈ ബുദ്ധിജീവിയില്ലേ, അതുപോലെ ഇരിക്കും. പക്ഷേ അയാളാണ് പറയണത്, നീ ഉടമ്പടി തൈലമെടുത്ത് ഇറങ്ങ്, പത്രം കൊണ്ട് നമുക്ക് പോകാം എന്ന് പറഞ്ഞ് വൈഫിനോട് പറഞ്ഞ് അയാളാണ് മോട്ടിവേറ്റ് ചെയ്യണത്. എന്നിട്ട് എല്ലാ വീടുകളിലും കൊണ്ടുവന്ന് ഇവർ കൊടുക്കും. കാര്യത്തിൽ അവർക്ക് ആ മനുഷ്യന് ഉറപ്പാണ്. എന്തിനുറക്കുക? ഞാൻ ഉടമ്പടി വൃത്തിമേനായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ദൈവം അവരുടെ കാര്യത്തിൽ ഇടപെടുമെന്നും അവരുടെ കാര്യത്തിന് അവർക്കതിനുള്ള ത്രാണി ഇല്ലെന്നും അതുകൊണ്ട് തന്നെ ദൈവമല്ലാതെ വേറെ മാർഗമില്ലെന്നും അത് ദൈവത്തിന് ഈ വിഷയത്തിൽ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഉടമ്പടിയേക്കാൾ നല്ല പരിഹാര മാർഗ്ഗം ഇല്ലെന്നൊക്കെ ആ മനുഷ്യന് പെട്ടെന്ന് അങ്ങനെ ഓടിത്തിരിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അത്രയും ചെയ്യണത്. അപ്പോഴേ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, എന്നിട്ട് അയാൾ വൈഫ് സാക്ഷ്യം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാക്ഷ്യം ഒന്ന് ശ്രദ്ധിക്കണം നല്ലതാണ്. സാക്ഷ്യത്തിൻ്റെത് നൗ ഐ ആം ടോക്കിംഗ് അബൌട്ട് ദ പ്രസൻസ്
ആണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം എന്തോരോ ഈ ഉടമ്പടിയിൽ വ്യത്യസ്തമായ മേഖല അനുഭവവേദ്യമാണ്. അങ്ങനെ ഒരു പ്രാർത്ഥനയ്ക്ക് അനുഭവവേദ്യമാക്കാൻ പറ്റണില്ല ഉടമ്പടി അല്ലാതെ. ഇവർ പരീക്ഷയ്ക്ക് പോയിരിക്കുമ്പോൾ സ്പീക്കിങ്ങിൻ്റെ സമയം വരും. സ്പീക്കിങ്ങിൻ്റെ സമയം വരുമ്പോൾ ഇവൾ ഈശോ പറയും, ഈശോ സ്പീക്കിങ് എനിക്ക് ഡിസാസ്റ്റേഴ്സ് ആണ്, ദുരന്തമാണ്, നടക്കത്തില്ല എന്നെക്കൊണ്ട്. പക്ഷേ എന്നോട് സ്പീക്ക് ചെയ്യാൻ പറ്റുന്ന ആൾ കുറച്ച് സൗമ്യനായിരിക്കണം. അതാണ് എന്താ വെച്ചാൽ അവൾക്ക് ഈശോയുമായിട്ടൊരു ബന്ധമായി, ആധികാരിക ബന്ധമായതുകൊണ്ട് അധികാരപൂർവ്വം. കാര്യം അവൾ വിശ്വസിക്കണില്ലേ, ഈ വിശ്വാസം നമുക്ക് അധികാരം തരും. അതെപ്പോഴും ഓർക്കണം. ഈ ആൾക്കാർ ഒക്കത്തില്ലേ എന്നൊക്കെ പറയണത് ഇവർക്ക് വിശ്വാസത്തിൻ്റെ പ്രശ്നമാണത്. വിശ്വാസം ഉണ്ടെങ്കിൽ ദൈവസ്നേഹം വർദ്ധിക്കും, അതേസമയം തന്നെ അധികാരം വർദ്ധിക്കും. അവർ പറയും, ഈശോ എനിക്ക് കുറച്ച് സൗമ്യതയുള്ള ആളെ തന്നെ സ്പീക്ക് ചെയ്യാൻ വേണ്ടി, എനിക്കാണെങ്കിൽ കുറച്ച് പ്രോബ്ലം ഉള്ളതാണ്. അപ്പോഴേ എന്നിട്ട് അത് പറഞ്ഞുകൊണ്ടാണ് അവൾ സ്പീക്ക് ചെയ്യാൻ വേണ്ടി ചെമ്പല കയറുമ്പോൾ ആദ്യമേ തന്നെ സ്പീക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ ഇവൾ ഇങ്ങനെ ഐസി അടിച്ച പോലെ നിൽക്കും. എന്താ കാര്യം? ഒന്നും വരണില്ല സ്പീക്ക് ചെയ്യാൻ. സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും പറയാൻ പറ്റണില്ല. അപ്പോഴാ മനുഷ്യൻ ഇങ്ങോട്ട് പറയുകയാണ്, ഞാൻ റെക്കോർഡ് ഓൺ ചെയ്തില്ല, വീണ്ടും രണ്ടാമതൊന്നും പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഇംഗ്ലീഷിൽ. വിടുന്നത് തപ്പി തടഞ്ഞാൽ പറയണത്. ആ സമയത്ത് ഇത്രയും നേരം പറഞ്ഞ് ഒപ്പിച്ചത് പോയി, റെക്കോർഡ് ഓൺ ചെയ്തിരുന്നു. അപ്പോൾ ഇവൾ തിരിച്ച് വേർത്ത്. അപ്പോൾ അയാളെ സാന്ത്വനപ്പെടുത്തുന്നുണ്ട്, കുഴപ്പമില്ല പറഞ്ഞാൽ മതി എന്ന് പറയും. പക്ഷെ പറഞ്ഞ് ആ ഒരു കണക്കിന് പറഞ്ഞ് അവസാനിപ്പിച്ച് പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങും. ഈ പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴും ഇവർ പറയണത് എനിക്കൊരു പേടി തോന്നണില്ല. അതാണ് പ്രശ്നം, അതാണ് വിഷയം. പരീക്ഷ കഴിഞ്ഞ ആൾ പുറത്തിറങ്ങി, പക്ഷേ ഞാൻ തോക്കുമോ എന്നുള്ളത് നേരത്തെയൊക്കെ പേടിയുണ്ടായിരുന്നു. എനിക്കൊരു പേടി തോന്നണില്ല. അതെന്താ കാര്യം? പേടി തോന്നണില്ല എന്ന് പറയുമ്പോൾ ഒരു കാര്യം അവിടെ നടന്നിട്ടുണ്ട്. എന്താണ്? ആന്തരിക അഭിഷേകം നടന്നു. പേടി തോന്നണമെന്നില്ല എന്ന് പറയുമ്പോൾ ദൈവ സാന്നിധ്യം വരുമ്പോഴാണ്. ഇപ്പം അമ്മയോട് ആദ്യമേ പറഞ്ഞില്ലേ, എന്താണ് ഈ പുരുഷനെ അറിയാതെ പ്രഗ്നൻ്റ് ആകുന്ന വളരെ ഒരു ദുരന്തം പിടിച്ച ഒരു വലിയ പ്രോജക്റ്റാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ആദ്യമേ മറിയത്തോട് പറയും, മറിയമേ നീ ഭയപ്പെടേണ്ട. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. ലൂക്കാ 1:30 വായിച്ചോളൂ. ദൂതൻ അവളോട് പറഞ്ഞു മറിയമേ നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. അതായത് മറിയമേ നീ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ട് മറിയം പിന്നെ ഭയപ്പെട്ടിട്ടില്ല. കാര്യം ഭയപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ കാരണം ഇവർ ഒറ്റയ്ക്ക് ധൃതിക്ക് കിലോമീറ്റർ ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ നമുക്കറിയാൻ പറ്റും. ഭയപ്പെട്ടിട്ടില്ല എന്ന ആൾ മനസ്സിലായില്ലേ? അമ്മ ഒറ്റക്കല്ലേ പോണത് എലിസബത്തിന്റെ. ശ്രുതികട്ടെ ഹല്ലേലൂയ. ലൂക്കാ 1:39 ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അപ്പോൾ ഒറ്റക്കാണ് ആൾ പോണത്, തിടുക്കത്തിൽ പോവുകയാണ്. ദാറ്റ് മീൻസ് ഭയമില്ലെന്നർത്ഥം. ഈ ഭയമില്ലെന്ന് വരാൻ കാര്യം എന്താണ്? ആദ്യമേ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ വചനം ദൈവം സല്യൂട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. എന്താണ്? കൃപ നിറഞ്ഞവളെ 1:28 വായിച്ച ശ്രുതികട്ടെ ഹല്ലേലൂയ. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. കർത്താവ് നിന്നോട് കൂടെ എന്ന് പറഞ്ഞിട്ടാണ് മറിയമേ നീ ഭയപ്പെടേണ്ടെന്ന് പറയണത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ കൂടെ ഉള്ളത് കൊണ്ടാണ് ഭയമില്ലാത്തത്. യു ഗോട്ട് ദ പോയിന്റ്, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഈ സ്പീക്കിങ്ങിന് ആൾക്ക് വലിയ ദുരന്തമായി പോയെങ്കിലും റെക്കോർഡ് ഓൺ ചെയ്ത് പിന്നെ ഓഫായിപ്പോയി, പിന്നെ ഓൺ ചെയ്ത് പിന്നെ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയെങ്കിലും പരീക്ഷ കഴിയുമ്പോൾ ഇവൾ പറയുന്നൊരു സംഭവമുണ്ട്. എന്താണ്? എനിക്ക് നല്ല
ധൈര്യമാണ്. പരീക്ഷ തകർന്നെങ്കിലും എനിക്ക് നല്ല ധൈര്യമാണ്. ആ ധൈര്യം എവിടുന്ന് വന്നതാണ്? കർത്താവ് നിൻ്റെ കൂടെ ഉള്ളതിൻ്റെ ഉടമ്പടിയുടെ ഇഫക്റ്റാണ്. എൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ട ഇതാണ്, അതായത് എന്ത് ഡിസാസ്റ്റേഴ്സ് ഉണ്ടായാലും, ഇപ്പോൾ കടം, ജപ്തി, അതുപോലെ തന്നെ വേറെ തരത്തിലുള്ള കേസ്, അതുപോലെ തന്നെ വിധി, നമുക്ക് അനുകൂലമായിട്ടുള്ള പ്രതികൂല വിധി, അതുപോലെ ഇങ്ങനെ നമ്മളെ വിഷമിപ്പിക്കുന്ന എന്ത് സാഹചര്യം ഉണ്ടായാലും എൻ്റെ സഹോദരങ്ങൾ, ആ സാഹചര്യത്തെ അല്ല നിങ്ങൾ ലക്ഷ്യം വെക്കേണ്ടത്. എന്താ നീ ചെയ്യേണ്ടത്? എന്തും സംഭവിക്കട്ടെ, പക്ഷെ ഒരു കാര്യമുണ്ട്, കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടാകണം. ഉടമ്പടിയുടെ ഏറ്റവും വലിയ വാഗ്ദാനങ്ങൾ ഒന്നാണത്. സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് പറഞ്ഞില്ലേ? സകല വാഗ്ദാനങ്ങളും ക്രിസ്തു അതെന്ന് പറയുമ്പോഴേ അതിൻ്റെ അകത്ത് ഒരു വാഗ്ദാനം, ഒരു പ്രിൻസിപ്പൽ വാഗ്ദാനമുണ്ട്. എന്താണ് അത്? ജോഷുവ 1:9, പുറപ്പാട് 33:14. എന്താണ്? ഉടമ്പടി പ്രകാരം പുറപ്പാട് 33:14 എന്താണ്? നീ പോകുന്നിടത്തെല്ലാം നിൻ്റെ കൂടെ ഞാനുണ്ടാകും. അതുപോലെ തന്നെ ജോഷുവയോട് ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട് 1:9. എന്താണ്? ശക്തനും ധീരനുമായിരിക്കുക. ശക്തനും ധീരനുമായിരിക്കുക എന്ന് പറയുന്ന സിറ്റുവേഷൻസ് എന്താ? കാനാൻ ദേശം ഒറ്റുനോക്കാൻ പോയ ആൾക്കാരുടെ അവിടെയാണ്. അപ്പോഴും ഈ 9 പറയും ശക്തനും ധീരനുമായിരിക്കാം. കാര്യം അവിടെയുള്ള അനാർക്കിൻ്റെ ഗുണ്ടകൾ, രാക്ഷസന്മാരാണ്. അവരുമായിട്ടാണ് യുദ്ധം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവരുടെ മുമ്പിൽ ഞങ്ങൾ വിട്ടിൽ പോലെയാണ് നിൽക്കണമെന്നാണ് ഇവർ പറയണത്. അവർക്കും അങ്ങനെ തന്നെ തോന്നിയെന്നാണ്. അപ്പോൾ ഇങ്ങനെ നമ്മളുടെ മുമ്പിലുള്ള കടങ്ങൾ, നമ്മുടെ മുമ്പിലുള്ള രോഗം, അതെല്ലാം നമ്മളെ വിഴുങ്ങാൻ വേണ്ടി നിൽക്കുമ്പോഴും ആ ഒരു സിറ്റുവേഷനിലാണ് ദൈവം നിനക്ക് വാഗ്ദാനം തരുന്നത്, ശക്തനും ധീരനുമായിരിക്കുക. ഈ ദൈവ സാന്നിധ്യം നമ്മുടെ ഇപ്പോഴുള്ള നിലവിലുള്ള പ്രാർത്ഥനാ രീതികളിലെ ദൈവ സാന്നിധ്യം വ്യത്യസ്തമായ മേഖലകളിൽ, പ്രത്യേകിച്ച് ഭൗതികമായ മേഖലകളിലെ ഇതുപോലെ വെളിവാക്കുന്ന വേറൊരു പ്രാർത്ഥനാ രീതികളില്ല. അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, അത് ഉടമ്പടിയുടെ പാക്കേജിൽ ദൈവം കൊടുത്തിരിക്കുന്നതാണ്, ഞാൻ നിൻ്റെ കൂടെ വരുമെന്നുള്ളത്. അപ്പം ഈ നമ്മുടെ കൂടെ ദൈവം വരുന്നതിന് വേണ്ടിയാണ് നമ്മളെന്ത് ചെയ്യണത്? അവൻ പറയണത് പോലെ ചെയ്യുന്നത്. മനസ്സിലായ? ചൊല്ലണതല്ല, ചെയ്യുന്നത്. അപ്പം ദൈവത്തിൻ്റെ വചനങ്ങൾ അങ്ങനെ ചെയ്യണമെങ്കിൽ എന്ത് വേണം നമുക്ക്? അങ്ങനെ ദൈവത്തിൻ്റെ വചനങ്ങൾ അവൻ പറയണ പോലെ ചെയ്യണമെങ്കിൽ ഇങ്ങനെ സാങ്കേതികമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ചില ആൾക്കാർക്ക് ഉടമ്പടി ചിലക്ക് പകുതിയേ ഭരിക്കത്തുള്ളൂ, ചിലത് പകുതി ഭരിക്കത്തില്ല. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ, പക്ഷേ അത് സാങ്കേതികമായിട്ടാണ് ചെയ്യണത്. എന്താ സാങ്കേതികം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ രോഗികൾക്ക് സഹായം കൊടുക്കാൻ പറയും. അപ്പോൾ ഉടമ്പടി എടുത്താണ് രോഗികൾക്ക് കൊണ്ട് സഹായം കൊടുക്കുക. എന്നാൽ 10, 50, 100 കൊടുത്തേക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൊടുത്തിട്ട് പോരും. ഇത് സാങ്കേതികമാണ്, ഇത് വർക്ക് ചെയ്യത്തില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ വേറെ പ്രശ്നമുണ്ട്. കാര്യം, ഒരു രോഗിയെ കാണുമ്പോൾ ഈശോ പറയും, ഞാൻ ആന്ധ്രക്കാരനെ കണ്ട് അല്ലെങ്കിൽ ബംഗാളിയെ കണ്ട് എന്നല്ല പറയണത്. എന്താണ്? അത് ആരായാലും ഞാൻ രോഗിയായിരുന്നു എന്നാ പ്രശ്നം. പിടികിട്ടിയ? ഞാൻ രോഗിയായിരുന്നു. ഇപ്പം 25 വായിച്ചേ. മത്തായി 25:36. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഇതാണ് പ്രശ്നം. നിങ്ങൾ വസ്ത്രം കൊടുക്കുന്നുണ്ട്, സമ്മതിച്ചു. ഇവിടെയും കൊണ്ട് ഒരു ലോഡ് കണക്ക് വസ്തിരിപ്പുണ്ട്. നമ്മൾ ഒരു ആംബുലൻസ് എടുത്ത് ഇട്ടിരിക്കുക. എന്തിനാണ്? ഈ ആംബുലൻസിൽ കയറ്റി വസ്ത്രമെല്ലാം ഓരോ രോഗികൾക്ക് കൊണ്ട് നമ്മൾ എത്തിച്ചു കൊടുക്കും. ആശുപത്രിയിലും പോകും. അപ്പം അതിനൊക്കെ പ്രേക്ഷിതരുണ്ടെങ്കിൽ, മനസ്സുള്ളവരുണ്ടെങ്കിൽ 2-ാം ചൊവ്വാഴ്ച ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ആംബുലൻസും തരാം, അതുപോലെ തന്നെ കൊണ്ടുപോകാനുള്ള സ്ഥലവും പറഞ്ഞു തരാം, കൊടുക്കാനുള്ള മാർഗം തരാം. നിങ്ങൾക്കും കൊടുക്കാൻ പറ്റാത്ത ബാക്കി ഇരിപ്പുണ്ടെങ്കിൽ കൊണ്ടുവന്ന് കൊടുത്താൽ ഇവിടെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യും. പക്ഷേ അത് സാങ്കേതികമായി നമുക്ക് എന്തും ചെയ്യാൻ പറ്റും.
ഇപ്പോൾ റോട്ടറി ക്ലബ്ബ് ചെയ്യുന്നില്ലേ? കണ്ണില്ലാത്തവർ കണ്ണൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ടല്ലോ അല്ലേ? ലയൺസ് ക്ലബ്ബുകാരൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിൻ പുറത്ത് തന്നെ ആൾക്കാർ വരെ വണ്ടി ഇടിക്കുക വരെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പഞ്ചായത്ത് മെമ്പർമാർ പിരിവെടുത്തിട്ട് അവർക്ക് കൊടുക്കും അല്ലേ? അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നാട്ടിൻ പുറത്ത് നടക്കുന്നു. പക്ഷേ ഇതൊക്കെ സാങ്കേതികമായിട്ട് ആർക്കും മനുഷ്യത്വത്തിൻ്റെ പേരിൽ ആർക്കും ചെയ്യാം. ഇതൊന്നും കൃപയായിട്ട് കൺവേർട്ട് ചെയ്യത്തില്ല. അതാ മനസ്സിലാക്കണം. ചിലപ്പോൾ വോട്ടായിട്ട് കൺവേർട്ട് ചെയ്യും. അത് രാഷ്ട്രീയത്തിൻ്റെ വിഷയത്തിന് അത് അവർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷെ കൃപയായിട്ട് കൺവേർട്ട് ചെയ്യത്തില്ല. കൃപയായിട്ട് കൺവേർട്ട് ചെയ്യാത്തതിൻ്റെ കാരണം അതിൻ്റെ കാര്യം നിങ്ങളത് സാങ്കേതികമായി ചെയ്തുകൊണ്ടാണ്. ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ ആ രോഗിയെ കാണുമ്പോൾ ക്രിസ്തുവാണെന്നുള്ള ബോധത്തിലാണ് നിങ്ങളത് സ്നേഹത്തോടെ ചെയ്യണം. അതാണ് പ്രശ്നം. ക്രിസ്തുവാണെന്ന് പറഞ്ഞ് ചെയ്താൽ പോരാ. കാര്യം അവിടെ വരേണ്ട രണ്ട് ഇതുണ്ട്, സ്നേഹമുണ്ട്, വിശ്വാസമുണ്ട്. അപ്പം നമ്മൾക്ക് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഈ 2 തിമോത്തി 1:14, അതായത് കർത്താവിനോടുള്ള സ്നേഹത്തോടും വിശ്വാസത്തോടും ഒപ്പം കൃപ നമ്മളിലേക്ക് ഒഴുകുന്നു. Just read it. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ കൃപ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും ഒപ്പം എന്നിലേക്ക് കവിഞ്ഞൊഴുകി. അപ്പോൾ കർത്താവിന്റെ കൃപ നമുക്കറിയാവില്ല. വി ആർ നോട്ട് റിലേ അപ്പോൺ ദി ബ്ലെസ്സിങ്സ്. ഈ ഉടമ്പടിയുടെ പ്രശ്നം ഉടമ്പടി കൃപയിലാണ് ലക്ഷ്യം വെക്കുന്നത്. അത് കൃപയുടെ ഇഫക്റ്റായ ബ്ലെസ്സിങ്സിലല്ല. അപ്പം കൃപ ലഭിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? 2 കാര്യങ്ങൾ വേണം. എന്ത് വേണം? സ്നേഹം വേണം, വിശ്വാസം വേണം. ആരോട് വേണം? കർത്താവിനോട്, ക്രിസ്തുവിനോട്. അതാണ് 2 തിമോത്തി 1:14 എന്ന് പറഞ്ഞ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തോടും വിശ്വാസത്തോടും ഒപ്പം. അപ്പം നമ്മൾ അങ്ങോട്ട് വിശ്വാസവും സ്നേഹവും കൊടുക്കുമ്പോൾ ഇങ്ങോട്ട് എന്താ വരണത്? കൃപ വരും. അതാണ് അതിൻ്റെ ഒരു ബയലാറ്ററായിട്ടുള്ള ഒരു കറണ്ട്. അങ്ങനെയാണ് നമ്മൾ അങ്ങോട്ട് ദൈവത്തിന് കൊടുക്കണത്. എന്താ? സ്നേഹവും വിശ്വാസവും. ഇപ്പോൾ ദൈവം നമുക്ക് തിരിച്ചു തന്നെ എന്താ? കൃപ. കൃപ എന്ന് പറഞ്ഞാൽ എന്താ? പവർ ഓഫ് ഗോഡാണ്. ഇപ്പം പൗലോസ് അപ്പോസ്തലന് അപസ്മാരമോ അൾസറോ എന്തോ ഒരു ഗുരുതരമായ രോഗമാണ്. അപ്പം ആ മനുഷ്യൻ കർത്താവിൻ്റെ ദിവസം കണ്ണീരിടുമ്പോൾ, രോഗത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഉദ്ദേശിക്കുന്ന ഒരു സൗഖ്യം കൊടുക്കാനല്ല. കാര്യം പൗലോസിന് സൗഖ്യം കിട്ടിയാൽ മാത്രം പോരാ. 10,000 മനുഷ്യരുടെ ആത്മരക്ഷ വീണ്ടെടുക്കാൻ വേണ്ടി പൗലോസിന് വേണ്ടത് എന്താണ്? പവർ ഓഫ് ഗോഡ്, കൃപയാണ് വേണ്ടത്. അപ്പം അതുകൊണ്ട് ദൈവം പറയും, നീ സൗഖ്യത്തിനാണ് പ്രാർത്ഥിക്കുന്നത്, പക്ഷേ മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു. ഞാൻ ഗ്രേസാണ് നിനക്ക് തരുന്നുണ്ടെങ്കിൽ ഇതിനെല്ലാത്തിനും അത് മതിയായതാണ്. അതാണ് മതിയാകുമെന്ന് പറഞ്ഞത്. നിനക്കെൻ്റെ കൃപ മതിയാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത്. ഇപ്പം ദൈവത്തിൻ്റെ ശക്തിയുണ്ട് അല്ലേ? മനുഷ്യന്മാർക്ക് കുറേ തരം ശക്തിയുണ്ടല്ലോ, പലതരത്തിൽ. പാർട്ടിയുടെ ശക്തിയുണ്ട്, ദൈവത്തിൻ്റെ ശക്തിയുണ്ട്, പറമ്പിൻ്റെ ശക്തിയുണ്ട് അല്ലേ? പൊന്നിൻ്റെ ശക്തിയുണ്ട്, പണത്തിൻ്റെ ശക്തിയുണ്ട്, മൊത്തം ശക്തിയാണ്. അപ്പോൾ പക്ഷേ ബൈബിൾ എപ്പോഴും പറയണത് ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി. അതാണ് പ്രശ്നം. ഈ ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്ന ഒരു മോഡെന്ന് പറയുന്നത് എന്താണ്? ബലഹീനതയിലാണ്. അതുകൊണ്ട് എന്ത് പറയും? പൗലോസ് പറയും, ഞാൻ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. അപ്പം മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു. നിനക്കെൻ്റെ കൃപ മതിയെന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ഗ്രേസ് എന്ന് പറയുന്നത് എന്താണ്?
പവർ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ശക്തിയാണ്. പക്ഷേ ഈ ദൈവത്തിൻ്റെ ശക്തി ഇപ്പം നിങ്ങൾ ഓർക്കണം, നിങ്ങൾക്കിപ്പോൾ ഒരു നിങ്ങൾ വിചാരിച്ച് ഒരു റാങ്ക് ലിസ്റ്റിൽ ലാസ്റ്റ് ആണ്, അത് കിട്ടും എന്ന് എല്ലാ കൂട്ടുകാരെല്ലാം പറഞ്ഞു. പക്ഷേ ഇപ്പോൾ നമ്മൾ കേൾക്കണം ആ റാങ്ക് ലിസ്റ്റ് ക്യാൻസലായെന്ന്. അപ്പോൾ നമ്മൾ ഉടനെ ഓട്ടോമാറ്റിക്കായിട്ട് ബലഹീനമായി പോകും അല്ലേ? പക്ഷെ കഴിക്കത്തില്ല, ആൾക്കാരോട് മിണ്ടത്തില്ല, വിഷം കൊടുക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ഭക്ഷണത്തിന് കൂടെ മേടിച്ച് കടിച്ചു വിടും, ഇനി ജീവിച്ചിട്ട് എന്തിനാണ് എന്ന് അങ്ങനെ ആൾക്കാർ ചിന്തിച്ച് ഡൗൺ ആയി പോകും. പക്ഷേ ഇവിടെയാണ് പറയണത് പരിശുദ്ധാത്മാവിനെ വേണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താ കാര്യം? പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലാണ് ഓർമ്മിച്ച് തരണത്. എന്താ കാര്യം? നമ്മളിതിനെ തരണം ചെയ്യും. കാര്യം നിനക്ക് ഈ ജോലി മാത്രമാണ് നീ ഉദ്ദേശിച്ചത്, നീ സർവൈവ് ചെയ്യുക എന്നുള്ള ഉദ്ദേശിച്ചത്. എൻ്റെ കയ്യിൽ എവർസോബിനി വഴികളുണ്ട് നിന്നെ രക്ഷിക്കാൻ വേണ്ടി. അപ്പം നീ ഒരു സ്ഥലത്ത് നിനക്ക് ഒരു കല്യാണം പോയി അല്ലെങ്കിൽ ഒരു കൊച്ചാഘോഷമായി പോയെന്ന് പറഞ്ഞുകൊണ്ട് നീ ഇപ്പോൾ ആകാശം ഇടിഞ്ഞ് വിടുന്ന പറഞ്ഞ് മോങ്ങി നടക്കേണ്ട കാര്യമില്ല. ഞാനാണ് നിന്നെ ശക്തനാക്കുന്ന ദൈവം. അത് നമുക്ക് ദൈവാരൂപി ഉണ്ടെങ്കിൽ ദൈവാരൂപി ഉടനെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. വെയിറ്റ് ഇതൊക്കെ സാധാരണ ഇപ്പോൾ കഴിഞ്ഞ ഈ മനുഷ്യന്മാരുടെ ജീവിതത്തിലെ വ്യത്യസ്തമായ കാലാവസ്ഥകളുണ്ടാകും. അപ്പം കർത്താവ് പറയും, നീ കാലാവസ്ഥകളെ ഒത്തിരിയേറെ അതിൻ്റെ നെഗറ്റീവ് സൈഡ് നോക്കരുതെന്ന് പറയും. കർത്താവിൻ്റെ രീതി അതാണ്. ഇപ്പോൾ 34 അല്ലേ 24-32 എടുത്തേ. അത്തിമരത്തിൽ നിന്ന് പഠിക്കുവിൻ. പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താ പഠിക്കേണ്ടത്? പറഞ്ഞ അത്തിമരത്തിൽ നിന്ന് പഠിക്കുവിൻ. അതിന്റെ കൊമ്പുകൾ ഇളതാവുകയും തളിർക്കുകയും ചെയ്യുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. ഇവിടെ എന്താണ് ഈ വചനത്തിന്റെ പ്രത്യേകത? എന്താണ്? അത്തിമരത്തിൽ നിന്ന് പഠിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. എന്താ പഠിക്കാനുള്ളത്? അതിൻ്റെ കൊമ്പുകൾ ഇളതായി കഴിഞ്ഞാൽ വേനൽക്കാലം വന്ന് നിങ്ങൾ പറയുന്നു. പമ്പഴത്തിൻ്റെ കൊമ്പ്, റബ്ബറിൻ്റെ കൊമ്പൊക്കെ ചില സമയത്ത് ഷെഡ് ഔട്ട് ആവും. ഈ ഷെഡ് ഔട്ടിങ് നമുക്ക് മാത്രമല്ല, മനുഷ്യന്മാർക്കുണ്ട്. ഇപ്പം വിചാരിച്ച് ജോലി കിട്ടണില്ല, 4 കൊല്ലമായി പ്രഗ്നൻ്റ് ആയിട്ടില്ല, ഇപ്പോൾ ഉടമ്പടി എടുത്തപ്പോൾ പ്രഗ്നൻ്റായി, പക്ഷേ കൊച്ച് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അബോർട്ടായി പോയി, ഷെഡ് ഔട്ടാണ്, ഇല പോയി. എന്നിട്ട് ഈശോ എന്താ ചെയ്യണം? ഈശോ എന്താ പറഞ്ഞിരിക്കണത്? ഈശോ പറഞ്ഞത് നിങ്ങൾ ഈ നഷ്ടപ്പെടുന്ന കൊഴിഞ്ഞു പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അഡ്രസ്സ് ചെയ്യരുത്. അതാണ് സംഭവം. നിങ്ങളതും പറഞ്ഞ് മുങ്ങിക്കൊണ്ടിരിക്കണേ. പിന്നെ പ്രാർത്ഥനയും ഇല്ല, വീട്ടിൽ ഭക്ഷണവും ഇല്ല, ആരോടും താല്പര്യവും, നാട്ടുകാരെ കാണുമ്പോൾ ഒളിച്ച് താമസിക്കുന്നു, ബന്ധുക്കളെ കാണുമ്പോൾ ഫോൺ എടുക്കണില്ല. എന്തിനീ പരിപാടി നടക്കണേ? ഈ ഷുഡ് നോട്ട് അഡ്രസ് ദാറ്റ്. അതാണ് 24-32 എന്താ പറയണത്? അത്തിമരത്തിൽ നിന്ന് പഠിക്കുവിൻ. എന്താണ് പഠിക്കേണ്ടത്? അതിൻ്റെ കൊമ്പ് ഇളതായി കഴിഞ്ഞാൽ വേനൽക്കാലം വരുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്. പക്ഷേ എന്താണ് ഈശോ വിട്ടുകളഞ്ഞത്? അതിൻ്റെ അകത്ത് വിട്ടുകളഞ്ഞൊരു കാര്യം, ഇല കൊഴിയാതെ എങ്ങനെയാണ് തളർക്കണത്? പിടിയിട്ടില്ലേ? ഏത് മരമായാലും ഈ ചെറിയ നാമ്പുകൾ വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം അത് ഇല കൊഴിഞ്ഞു പോകും. ഈശോ പറഞ്ഞ ഇല കൊഴിഞ്ഞു പോകുന്ന സംഭവങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടതെന്നാണ് പറയണത്. കാര്യം അഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ പുതിയ ഇലകൾ വരുന്നതിൻ്റെ ഭാഗമായിട്ട്, പുതിയ കൃപ വരുന്നതിൻ്റെ ഭാഗമായിട്ട് പഴയ ഭൗതിക സാഹചര്യങ്ങൾ മാറിയെന്ന് വരാം. യു ഗോട്ട് ദ പോയിന്റ്? മനസ്സിലായില്ലേ? പുതിയ സാഹചര്യങ്ങൾ വരുന്നു, പുതിയ കൃപ വരാൻ പോകുന്നു. അതിൻ്റെ അടയാളമായിട്ട് ദൈവിക പദ്ധതി. ഇപ്പം നിൻ്റെ പദ്ധതിക്കല്ലേ നീ പറഞ്ഞു, അയ്യോ ആ ഒരു ജോലി കിട്ടിയില്ലെങ്കിൽ ഞാൻ എങ്ങനെ ജീവിക്കും? അപ്പം ഇനിയിപ്പോൾ എൻ്റെ മറ്റുള്ളവരെല്ലാം എൻ്റെ മേക്കെട്ട് കയറുമല്ലോ. എനിക്കാണെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ എൻ്റെ ചിലവിനൊക്കെ വേറെ ആൾക്കാരോട് ആശ്രയിക്കണത് ഐ കാണ്ട് ബെയർ. ഞാൻ വേണ്ടി ചത്ത് കളയുമെന്നൊക്കെ പറഞ്ഞ് നീ അടുക്കളയിരുന്ന് അമ്മയുടെയൊക്കെ ഡയലോഗൊക്കെ ഫിറ്റ് ചെയ്യും. ഒരു കഥയുമില്ല. നിങ്ങൾക്ക് ഡയലോഗും എല്ലാം പറയാനുണ്ടെങ്കിൽ ഇവിടെ പറയണം. ഇവിടെയാണ് നിങ്ങൾ ഡയലോഗ് പറയേണ്ടത്. നീ പറയണ ഡയലോഗൊക്കെ കുറച്ച് കഴിയുമ്പോൾ അമ്മയും ചാകും, അപ്പനും ചാകും, എല്ലാം ചാകും. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇതിനെ എല്ലാത്തിനെയും നീ പൂർണ്ണമായിട്ടും ദൈവത്തിൽ തന്നെ, ദൈവത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട് നീ നടക്കേണ്ട വഴി. എത്ര സാക്ഷ്യങ്ങളുണ്ടങ്ങനെ? നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി
ഞാൻ ഉപദേശിക്കുമെന്ന് വന്നില്ലേ? ഇപ്പം കേട്ട സാക്ഷ്യമില്ലേ? എൻ്റെ ഭർത്താവാണ് എന്നോട് പറഞ്ഞത്, എടി ഉടമ്പടിത്തേലെടുത്തിന് ഇറങ്ങിക്കേ, നമുക്ക് പത്രം കൊണ്ടുപോകാമെന്ന് പറഞ്ഞ ആ മനുഷ്യൻ ആണ് ഇവരെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്താണ് റിസൾട്ട് വരുമ്പോൾ, കർത്താവ് എൻ്റെ ലൈഫ് മൊത്തം ഡാർക്കാവുകയാണല്ലോ. ഇവിടെ ഭയങ്കര കോമഡി ആയിട്ട് അതൊക്കെ പറഞ്ഞിരിക്കണത്. കാര്യം ഡാർക്ക് ചെയ്യണമല്ലോ. ഡാർക്ക് ചെയ്യുമ്പോൾ തെറ്റാണോ ശരിയാണെന്ന് അറിയത്തില്ലാതെ ഡാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉത്തരം നമ്മൾ ഡാർക്ക് ചെയ്യണം. അപ്പം നമുക്ക് തന്നെ ഉത്തരം കമ്പ്യൂട്ടറായാലും നമ്മുടെ പേപ്പറിലായാലും നമ്മളത് കറുപ്പിക്കണ്ടേ, കാരണം ഡാർക്ക് ചെയ്യണം. അപ്പോഴും ഇവർക്ക് ഉത്തരം ശരിയാണോ തെറ്റാണോ എന്ന് ഇവർക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു ഈശോ എന്ന് പറഞ്ഞ് ഡാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈശോയോട് പറയും, ഈശോ നീയാണ് ആകപ്പാടുള്ള ലൈറ്റ്, എനിക്ക് ഉത്തരവൊന്നും അറിയാൻ പാടില്ല, ഞാൻ നിന്നെ വിളിച്ചാണ് ഇതെല്ലാം ഡാർക്കാകണത്, എൻ്റെ ജീവിതം നീ ഇല്ലെങ്കിൽ ഇത് ഡാർക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ ഇമാജിനറി ഡയലോഗൊക്കെ ഈശോയോട് പറയുന്നുണ്ട്. പക്ഷേ അവൾക്ക് ഈശോയുടെ സ്നേഹമുണ്ട്, അതാണ് വിഷയം. ഒരു ബുദ്ധിബോധമില്ലാതെ കിട്ടണമെന്ന് ഡാർക്കാക്കിക്കൊണ്ടിരിക്കുമ്പോഴും ഈശോയുടെ ഡയലോഗിന് പഞ്ഞമൊന്നുമില്ല. ഓരോ മനുഷ്യൻ സർവൈവ് ചെയ്യണ രീതികൾ നോക്കണം. പക്ഷേ കണ്ണും പൂട്ടി കണ്ണു കാണാൻ പാടില്ലാതെ, ഡാർക്കാണോ വൈറ്റാണെന്ന് അറിയാൻ പാടില്ല, ഉത്തരം ശരിയാണോ തെറ്റാണെന്ന് അറിയാൻ പാടില്ലാതെ യേശുക്രിസ്തു മാത്രം ശരിയെന്നും പറഞ്ഞ് ഡാർക്ക് ചെയ്ത് വിടുകയല്ലേ ഈ സംഭവം. പക്ഷേ റിസൾട്ട് വരുമ്പോൾ എങ്ങനെ അടിപൊളി റിസൾട്ടല്ലേ വരുന്നത്. എന്താ കാര്യം? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇപ്പോഴത്തെ ജീവിതത്തിൻ്റെ ഒരു രീതി കണ്ട പലതും എന്താ സംഭവിച്ചാൽ, ഇപ്പോൾ ഈ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, ഇപ്പോൾ ഇന്നലെ ഒരു സാക്ഷ്യമുണ്ടായി. സാക്ഷ്യമെല്ലാം കഴിഞ്ഞിട്ട് പുള്ളിക്കാരത്തി ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട് ആൾക്കാർക്ക്. ഞാൻ ആ ഉപദേശം ഉടനെ പിടിച്ചിട്ട് പറഞ്ഞ്, ഇങ്ങനെയുള്ള വല്ലാത്ത ഉപദേശം കൊടുത്ത് ജനങ്ങളെ വശകേടാക്കരുത്. എന്താ കാര്യം വെച്ചാൽ എല്ലാ കാര്യവും കർത്താവ് ചെയ്യുമെന്നാണ് അവൾ പറയണത്. നമ്മൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ വർക്ക് ചെയ്യത്തില്ല. പുള്ളിക്കാരത്തേക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായത് പറഞ്ഞതാണ്. പക്ഷെ നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിൻ്റെ രീതി എന്ന് പറയണത്, നമ്മൾ പരമാവധി ദൈവത്തിൽ ആശ്രയിച്ച് കർത്താവ് നൽകുന്ന കഠിനാധ്വാനം കൊണ്ട് നീ വർക്ക് ചെയ്യണം. ഇപ്പോൾ ഈ കുട്ടി ഇങ്ങനെ ഡാർക്ക് അടിച്ച് പോയെന്നൊക്കെ പറഞ്ഞിട്ടും അവൾക്ക് വൈറ്റായി കർത്താവളെ അനുഗ്രഹിക്കാൻ കാരണം എന്താണെന്നറിയാമോ? അവളും ഭർത്താവും കൂടി 3 മണിക്ക് എഴുന്നേറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലും. ഇപ്പോൾ പറയണേ, ഇപ്പം ഞങ്ങൾ 5:30 ചെല്ലണം, കാര്യം പരീക്ഷ കഴിഞ്ഞല്ല എന്ന്. പരീക്ഷ കഴിഞ്ഞപ്പോൾ 5:30 ചെല്ലണത്. പക്ഷേ അതൊക്കെ മുമ്പ് ഞങ്ങൾ 3:30 രണ്ടുപേരും കൂടി പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലുമ്പോൾ ഭർത്താവിൻ്റെ അമ്മയും കൂടി വന്ന് ഞങ്ങളുടെ കൂടെ നിന്നിട്ട് പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലും. എന്നിട്ടിരുന്ന് പഠിക്കും. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞ് 4:30 എഴുന്നേറ്റ് വരും. 5 വയസ്സിലെ കൊച്ചുണ്ട്. അപ്പം കുഞ്ഞ് എപ്പോൾ നോക്കിയാലും അപ്പനും അമ്മയും ഇങ്ങനെ എഴുന്നേറ്റ് വരുമ്പോൾ ഇങ്ങനെ നിൽക്കണ കാണാം. അവർ കൈ പിടിച്ചുകൊണ്ട് നിൽക്കണമല്ലേ. 5 വയസ്സുകാരത്ത് എപ്പോൾ എഴുന്നേറ്റാലും എല്ലാ ദിവസവും വെളുപ്പിനെ എഴുന്നേറ്റ് വരുമ്പോൾ അപ്പനും അമ്മയും ഇങ്ങനെ നിന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ കുഞ്ഞും ഇപ്പം അങ്ങനെ നിൽക്കാൻ തുടങ്ങിയെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി. അപ്പോൾ മാതാപിതാക്കന്മാർക്ക് കുഞ്ഞുങ്ങൾക്ക് ഒരു ഇതാണ്. അപ്പോൾ ഇങ്ങനെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, ശരിക്കും അധ്വാനിക്കുകയും ചെയ്യും, അതേസമയം ചിലപ്പോൾ കയ്യിൽ നിന്നും പോകും. എൻ്റെ മക്കളെ, നിങ്ങൾ അധ്വാനിച്ചതിന് ശേഷം കയ്യിൽ നിന്ന് പോകണേ കർത്താവ് പിടിച്ചോളൂ. നോട്ട് ബൈ മെറിറ്റ് എന്ന് പറയുമ്പോൾ വെറുതെ കൈയും കെട്ടിയിരുന്നുണ്ട് നിങ്ങൾ അങ്ങനെ ചിലക്ക് ധാരണയുണ്ട്. അങ്ങനെയല്ല, ആ ധാരണ അങ്ങനെയല്ല. ബിബിൻ്റെ സാക്ഷ്യം തന്നെ, ബിബിൻ രാത്രി മുഴുവൻ പഠിച്ചുമാണ് വെളുപ്പിനെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തത്, പകല് പ്രേക്ഷിത പ്രവർത്തനം ചെയ്തത്. അപ്പം ആദ്യം നമ്മൾക്ക് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഉത്തരവാദിത്വം, പഠിപ്പെങ്കിൽ പഠിപ്പ്, പരിശീലനമെങ്കിൽ പരിശീലനം, നമ്മൾ ചെയ്യാനുള്ളത് വൃത്തിയും മെനയായിട്ട് ചെയ്യണം. അപ്പം അങ്ങനെ ചെയ്തിട്ട് നമ്മൾക്ക് ചിലപ്പോഴും കരകയറാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകും. ചിലക്കുണ്ടല്ലോ, അച്ഛാ ഈ ജന്മം ഞാൻ ജോലി എടുത്താൽ പോലും എൻ്റെ വീട്ടിലെ കടം വീട്ടാൻ പറ്റത്തില്ല, അത് ഉറപ്പാണ്. അതുകൊണ്ട് എന്താണ് അവർ ഈ ജന്മം അവർ തന്നെ അവർക്ക് ജോലി കിട്ടി ജോലി എടുത്താൽ പോലും അതിൻ്റെ ഒരു ശമ്പളം പെൻഷനും കിട്ടിയാൽ പോലും അവരുടെ കടങ്ങൾ തീരത്തില്ല. അപ്പോൾ എന്താ പ്രശ്നം? ഇത് മനുഷ്യൻ്റെ അവസ്ഥയാണ്. പല കാര്യങ്ങൾ ഇപ്പം ഇപ്പോഴത്തെ രീതി, നിൻ്റെ ബുദ്ധി നിൻ്റെ ഓർമ്മശക്തിക്കും ഉപയോഗിച്ചുകൊണ്ട് നിനക്ക് ഈ ടെസ്റ്റുകൾ എഴുതാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ അത് എഴുതണ്ട എന്നല്ല എൻ്റെ അർത്ഥം. നീ ചെയ്യാൻ പറ്റുന്ന അത്രയും നീ ആത്മാർത്ഥമായിട്ട് ചെയ്യണം. ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയാണ്
നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്, നമുക്ക് താങ്ങാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. അത് ബാക്കിയുള്ള നമുക്ക് ചെയ്യാവുന്ന അത്രയും ഭംഗിയായിട്ട് ചെയ്ത് ദൈവത്തിനെ വിളിച്ച് ദൈവത്തിനെ വിളിച്ചിട്ട് കാര്യമില്ല. കാര്യം ഈ സത്യസന്ധത എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വചനം അനുസരിച്ച് ജീവിതം ക്രമീകരിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ഈ വാഗ്ദാനങ്ങൾക്കെല്ലാം നമ്മൾ യോഗ്യരാകണത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതായത് വാഗ്ദാനങ്ങൾക്കെല്ലാം പിന്നെ അപ്പം നിങ്ങൾ ചോദിക്കും, വാഗ്ദാനങ്ങൾക്കെല്ലാം യോഗ്യമാകാൻ വേണ്ടി നമ്മൾ ചെയ്യാനുള്ളതെല്ലാം വൃത്തിമേനായിട്ട് ചെയ്തതിന് ശേഷം പിന്നെ ദൈവത്തിനെ വിളിച്ചാൽ മതിയോ, ദൈവികമായ കാര്യങ്ങൾ ചെയ്താൽ മതിയോ? അങ്ങനെ പിന്നെ മരിയൻ എന്ന് പറയുന്നത് എന്തിനാണ്? പിന്നെ മറിയത്തിൻ്റെ ആവശ്യമില്ലല്ലോ, അമ്മയുടെ ആവശ്യമില്ലല്ലോ. നമ്മൾ ചെയ്യാനുള്ളതെല്ലാം കഷ്ടപ്പെട്ട് ചെയ്തതിന് ശേഷം പിന്നെ ബാക്കിയുള്ളതിന് നമ്മൾ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിച്ചാൽ പോരെ. അമ്മയുടെ മാധ്യസ്ഥം എന്തിനാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവുണ്ട്. എന്താ കാര്യം എന്നറിയാമോ? വി ആർ ഡൂയിങ് മരിയൻ കവനന്റ് ഹിയർ നോ? എന്തുകൊണ്ടാണ് അമ്മയെ റിലേ ചെയ്യാൻ കാര്യം? എന്തുകൊണ്ടാണ്? പിന്നെ റിലേ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന എന്ന് ചെയ്തേക്കാവുന്നതല്ല. അപ്പോൾ പുണ്യാളന്മാരല്ലെങ്കിൽ അമ്മയെ റിലേ ചെയ്യാം അല്ല വിഷയം. കാര്യം വെച്ച് കഴിഞ്ഞാൽ സെമ്പോളിനൊക്കെ പറ്റിയ അബദ്ധം നമുക്ക് പറ്റരുത്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലനൊക്കെ പറ്റിയ സഭ എത്രയോ മുമ്പോട്ട് പോകുന്നു. പൗലോസ് അപ്പോസ്തലനൊക്കെ പറ്റിയ അബദ്ധം നമുക്ക് പറ്റേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പൗലോസ് അപ്പോസ്തലന് അബദ്ധം പറ്റിയത് അച്ഛൻ പറയണ? അങ്ങനെയൊക്കെ പറ്റിയ അബദ്ധം എന്താണെന്നറിയാമോ? പറഞ്ഞുതരാം. കഴിഞ്ഞ ദിവസങ്ങളിലൊരു സംഭവം ഉണ്ടായി. ഞാൻ നമ്മുടെ സെക്യൂന ടി വിയിലില്ലേ, അപ്പോൾ അവരെന്നെ ഒരു ഇൻ്റർവ്യൂവിന് വിളിച്ചായിരുന്നു. അപ്പം ഞാനത് തലേദിവസം ഭയങ്കര ട്രാഫിക് ആയ കാരണം ഞാൻ തലേദിവസം രാത്രി പോയി അവിടെ താമസിക്കുകയാണ്. അവിടെ താമസിച്ച് വെളുപ്പിനെ ഒരു 4:30 എഴുന്നേറ്റ് കാണാം. 4:30 എഴുന്നേറ്റപ്പോൾ ഫസ്റ്റ് പ്രെയറിൽ കർത്താവ് എനിക്ക് തന്നൊരു മെസ്സേജ്, പൗലോസ് അപ്പോസ്തലന് ഏഷ്യയിൽ കാലുകുത്താൻ ഒത്തില്ലെന്നാണ്. ഏഷ്യ എന്ന് പറയുന്ന ഇന്ത്യയും അതുപോലെ അഫ്ഗാനിസ്ഥാനും ചൈനയും ജപ്പാനും ഉള്ള ഇത്രയും സ്ഥലങ്ങൾ പൗലോസ് അപ്പോസ്തലന് ഭയങ്കര പീഡനങ്ങളുണ്ടായ സ്ഥലങ്ങളാണ്. അവിടെ കാലുകുത്താൻ അടഞ്ഞുപോയി. അത് ഞാൻ വെളുപ്പിനെ സെക്യൂനായിൽ സ്റ്റുഡിയോയിൽ പോകാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി എഴുന്നേറ്റപ്പോൾ എനിക്ക് ഫസ്റ്റ് മെസ്സേജ് ഇതാണ് കിട്ടിയത്. അപ്പം ഞാനെടുത്ത് എന്തിനാ ഈ ഏഷ്യയിൽ പൗലോസ് അപ്പോസ്തലന് വാതിലടച്ചെന്ന് എന്തിനാണ് ഇപ്പം ഈശോ എന്നോട് പറയണത്? എൻ്റെ ആ വചനം ഒന്ന് എടുത്ത് പറഞ്ഞോളെ. 2 തിമോത്തി 1:15. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 2 തിമോത്തി 1:15. ഏഷ്യയിലുള്ളവരെല്ലാം എന്നെ ഉപേക്ഷിച്ചെന്ന് നിനക്കറിയാമല്ലോ. ഫിഗലോസും ഫെർമോഗനസും അവരിൽ ഉൾപ്പെടുന്നു. അല്ല, അപ്പം ഏഷ്യയിലുള്ള ശിഷ്യന്മാർ പൗലോസിനെ ഉപേക്ഷിച്ച കാര്യമാണ്. അതായത് ഇനി 2 കൊരിന്ത്യർ 1:8 വായിച്ചേ. സഹോദരങ്ങളെ, ഏഷ്യയിൽ ഞങ്ങൾ അനുഭവിച്ച ക്ലേശങ്ങളെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ പൗലോസ് അപ്പോസ്തലന് ഏഷ്യയിൽ ഭയങ്കര തിരിച്ചടി കിട്ടിയ ആളാണ്. ഏഷ്യ എന്ന് പറയുമ്പോൾ തന്നെ ബ്ലോക്കായി പോകും. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു, ഈശോ ഈ വെളുപ്പാങ്കാലത്ത് എന്നോട് ഇത് എന്തിനാണ് പറയണത്? ഞാൻ ഏഷ്യയിലല്ലേ സുവിശേഷ വേല ചെയ്യണത്, അവിടെ എനിക്ക് ബ്ലോക്ക് വരാൻ പോകുന്നുണ്ടോ? വാട്ട് യു മീൻ? അപ്പം ഞാനിങ്ങനെ നമ്മുടെ സന്തോഷ് കരുമാൽ പറയും, സന്തോഷ് കരുമാൽ പറയും, ബ്രദർ ജോർജ്, അതിൻ്റെ മെയിൻ ആൾക്കാർ. അപ്പം ഞങ്ങൾ സ്റ്റുഡിയോയിൽ കയറുന്ന മുമ്പ് കുറച്ച് നേരം എഴുന്ന പ്രെയർ ചെയ്തപ്പോൾ ഞാൻ സന്തോഷിനോട് പറഞ്ഞു, ബ്രദറെ രാവിലെ എഴുന്നേറ്റപ്പോൾ ഈശോ ഏഷ്യ ബ്ലോക്കാകുന്നതിനെക്കുറിച്ചാണ് മെസ്സേജ് തന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ സന്തോഷ് പറയും, പക്ഷേ അത് എന്നാ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മൈലാപ്പൂർ ചെന്നപ്പോൾ, തോമാസ് ലീഗ അടക്കിയിരിക്കുന്ന സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ ഒരു ഗുഹ ഉണ്ട്. ആ ഗുഹയുടെ അവിടെ മാതാവിൻ്റെ ഒരു ചിത്രം വെച്ചിട്ടുണ്ട്, പഴയ ഒരു പുരാതനമായ ചിത്രം. എന്നിട്ട് താഴെ അവിടെ എഴുതിയിട്ടുണ്ട്, വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ ഇവിടെ ഈ ചിത്രത്തിൻ്റെ താഴെ 4 മാസം അടുപ്പിച്ചിരുന്നെന്ന് ഉപവസിച്ചുകൊണ്ട്.
അപ്പോഴാണ് ഏഷ്യയിലേക്കുള്ള വാതിൽ തുറന്നു തന്നതെന്ന്. അപ്പം ഞാൻ ആകെപ്പാടെ ആത്മാവിൽ ഉരുകിപ്പോയി. എന്നോടിത് പറയാൻ വേണ്ടിയാ, നിങ്ങളോട് ഞാനിത് പറയാൻ വേണ്ടിയാ ഈശോ രാവിലെ വെളുപ്പിനെ ഏഷ്യ പ്രസംഗം പറഞ്ഞുകൊണ്ട് വന്നത്. എന്താ കാര്യം? പൗലോസിനെ പറ്റിയ ഒരു അബദ്ധം അതാണ്. കാര്യം അമ്മയുമായിട്ട് ബന്ധമില്ലായിരുന്നു. അത് കാരണം പൗലോസിനേക്കാൾ ഇരട്ടി ജോലിയാണ് ഫ്രാൻസിസ് സേവ്യർ ചെയ്തിരിക്കുന്നത്. എന്താ കാര്യം? ഇന്ത്യയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞ് അദ്ദേഹം മൈലാപ്പൂര് പോയി അമ്മയുടെ രൂപത്തിൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് 4 മാസം അടുപ്പിച്ച് പ്രെയർ ചെയ്യുകയാണ്. ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിച്ചത്? ഏഷ്യയിലേക്കുള്ള വാതിൽ തുറന്നു. അവിടെ നിന്നാണ് ജപ്പാനിലേക്ക് പോണത്. ജപ്പാനിൽ നിന്നാണ് ചൈനയിലേക്ക് പോണത്. കർത്താവിൻ്റെ സുവിശേഷം 2 വരങ്കലിൽ എത്തിക്കാൻ വേണ്ടി പൗലോസ് പരാജയപ്പെട്ടെടുത്ത് ഫ്രാൻസിസ് സേവ്യർ വിജയിക്കുന്നതിൻ്റെ കാരണം ദ ഓൺലി സിമ്പിൾ കോസ് ദാറ്റ് ഈസ് ബ്ലെസ്സഡ് വെർജിൻ മേരി, അമ്മ മാതാവിൻ്റെ സാന്നിധ്യമാണ്. ഇപ്പോൾ യേശുവെക്കുറിച്ച് എന്തുമാത്രം വചനങ്ങൾ ബൈബിളിലുള്ളത്. എല്ലാം പൗലോസിൻ്റെ കാലത്തെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് വന്നിട്ട് അദ്ദേഹത്തിന് പറ്റി. ഇപ്പോൾ അരുൺ ബ്രദറാണ് എനിക്ക് ഇത് 2 കൊറിന്ത്യൻസിൻ്റെ 1:8 ഉടനെ അദ്ദേഹം എടുത്ത് അത് യേശുവെക്കുറിച്ച് പറയുന്ന വചനങ്ങളാണ്. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ കാര്യം മനസ്സിലായില്ലേ? എന്താണ് മരിയൻ എന്ന് മനസ്സിലായില്ലേ? പൗലോസിനും മരിയൻ ഉണ്ടായിരുന്നെങ്കിലേ ഇന്ന് എത്രയോ പേര്, കോടികൾ, മാതാവിൻ്റെ ഒരു സംരക്ഷണം പൗലോസ് അപ്പോസ്തലന് ഉണ്ടായിരുന്നെങ്കിലേ ഇന്ന് ഇതിനേക്കാൾ എത്രയോ കോടികൾ ഈ പൂർവ്വദേശത്ത് കർത്താവിനെ അറിയുമായിരുന്നു. ഞാനിപ്പം നിങ്ങളോട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മെരിറ്റ് നമുക്ക് നഷ്ടപ്പെടുകയും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തു നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചാൽ എല്ലാ കാര്യവും ശരിയാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൗലോസ് എല്ലാ കാര്യവും ശരിയാകേണ്ടതായിരുന്നില്ല. ഇപ്പം നിങ്ങളിത് ആൻസർ ചെയ്യണം. മനസ്സിലായില്ലേ? നമ്മുടെ ഹാർഡ് വർക്ക് ചെയ്തു, അതിനുശേഷം നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചു. അങ്ങനെ മാത്രം ചെയ്താൽ എല്ലാ കാര്യവും ശരിയാകുമായിരുന്നെങ്കിൽ പൗലോസിന് ഇത്രയും തിക്കുമുട്ടലുണ്ടാകേണ്ട കാര്യമില്ല. അപ്പോൾ ദൈവം എന്തിനാ അമ്മയെ നൽകിയിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്രതിരോധ്യമായ മാധ്യസ്ഥമാണ്. പ്രതിരോധിക്കാൻ പറ്റത്തില്ല. പത്രോസൊക്കെ പറഞ്ഞപ്പോഴും ഈശോ പ്രതിരോധിച്ചായിരുന്നു. ഇവളെ കാനംകാർ വരുമ്പോൾ പറയത്തില്ലേ, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. അതായത് കാനംകാർ വരുമ്പോൾ എന്താ പറയണത്? ഇവളെ പറഞ്ഞു വിടൂ, ഇവൾ നമ്മുടെ പുറകെ കരഞ്ഞ് വരുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പത്രോസ് മധ്യസ്ഥ പ്രാർത്ഥന നടത്തണില്ലേ യേശുവിൻ്റെ അടുക്കത്? അപ്പോഴല്ലേ യേശു പറയണത് ഈ മധ്യസ്ഥ ഏറ്റെടുക്കത്തില്ല. കാര്യം എന്താ? മക്കളുടെ അപ്പം എടുത്ത് പട്ടികൾ കൊടുക്കുക, വിഹിതമല്ലെന്ന് പറഞ്ഞ് അതിനെ തട്ടിക്കളയും. അപ്പോൾ ചില വിശുദ്ധന്മാരായ പോലും ചില മാധ്യസ്ഥങ്ങൾ ദൈവഹിതമല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നടക്കത്തില്ല. പക്ഷേ അമ്മയുടെ മാധ്യസ്ഥം എന്ന് പറയുമ്പോൾ എപ്പോൾ ഓർക്കണം, അതായത് അമ്മ തന്നെ ദൈവഹിതത്തിന് കൈയും കാലും വെച്ച ആളായത് കാരണം അമ്മ പറയുന്നതെല്ലാം ദൈവഹിതമായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. നമുക്കിത് രഹസ്യമാണിത്. കാനായിലെ കല്യാണത്തിന് വേണ്ടി എന്തുകൊണ്ടാണ് നമുക്ക് ഇവിടെ സമയം വെച്ച ആൾക്കാർ സഞ്ചാരി മാതാവാണ്, സമയത്തിൻ്റെ ആജ്ഞയാണെന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യം എന്താ? അതിൻ്റെ കാരണങ്ങൾ ഒന്ന്, സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത്. അതിൻ്റെ ഉദാഹരണം, സമയമായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിനക്ക് എന്താ, എൻ്റെ സമയം ഇനിയും സമാഗതമായില്ലല്ലോ. എന്നുവെച്ചാൽ മറിയത്തിൻ്റെ മാധ്യസ്ഥത നിൽക്കാത്ത കാര്യമാണത്. ക്ലിയർ അല്ലേ? ആർക്കാണ് മനസ്സിലാകാത്തത്? അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോഴേ ഈശോ എന്താ മറുപടി പറയണത്? അല്ല, എനിക്ക് നിനക്ക് എന്താ, എൻ്റെ സമയം ഇനിയും സമാഗതമായില്ല. അപ്പം മറിയത്തിൻ്റെ മാധ്യസ്ഥത നിൽക്കാത്ത കാര്യങ്ങളാണത്. നമ്മുടെ ജീവിതത്തിൽ ആരുടെയും മാധ്യസ്ഥത നിൽക്കാത്ത ഒത്തിരി കാര്യങ്ങളുണ്ടാകും. അപ്പോഴും മറിയം തന്നെയാണ് നമുക്കുള്ളത്. അതായത് നമ്മൾ ഈ മരിയൻ ഉടമ്പടിയിൽ അമ്മയുടെ മാധ്യസ്ഥത വെക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്താണ്? മറ്റു മാധ്യസ്ഥങ്ങളുടെ പരാധീനതകൾ എവിടെയാണ്? നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ടൈം എങ്ങനെയാണ് അമ്മയുടെ മാധ്യസ്ഥയിലൂടെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നത്? അതിൻ്റെ അമ്മയുടെ കപ്പാസിറ്റി എന്താണ്? അതനുസരിച്ച് റിലൈസ് ചെയ്യാൻ വേണ്ടിയാണ്
ഇപ്പോഴേ ശുശ്രൂഷ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. വലിയ ആരാധന വെളിപാടുകൾക്ക് നന്ദി പറയുന്നു. ദൈവിക സന്ദേശങ്ങൾക്ക് നന്ദി പറയുന്നു. അമ്മ ഞങ്ങളുടെ ജീവിതത്തില് വഴി നടത്തുന്ന വലിയ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ആരാധന, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. വിജാതീയരെ വിശ്വാസം വഴി ദൈവം നീതീകരിക്കുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം നിന്നിൽ ജനതകളെല്ലാം അനുഗ്രഹീതരാകും എന്ന സദ്വാർത്ത നേരത്തെ തന്നെ അബ്രാഹത്തെ അറിയിച്ചിട്ടുണ്ട്. അബ്രാഹത്തിൻ്റെ വിശ്വാസത്തിൽ ഇപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടായിരുന്നേ, അതായത് നമ്മൾ റോമ 9:8 എടുത്തേ. റോമ 9:8 ശ്രുതികട്ടെ ഹല്ലേലൂയ. അതായത് വംശമുറയ്ക്കുള്ള മക്കളല്ല ദൈവത്തിന്റെ മക്കൾ, പ്രത്യുത വാഗ്ദാന പ്രകാരം ജനിച്ചവരാണ് യഥാർത്ഥ മക്കളായി കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ എബ്രാഹത്തിൻ്റെ മകൻ ആരാണ്? ഇസഹാക്ക് അല്ലേ? അപ്പോൾ വംശമുറക്കുള്ള മക്കളുണ്ട്. പിന്നെ എന്താണ്? എബ്രാഹത്തിൻ്റെ വിശ്വാസം ഫോളോ ചെയ്യുന്ന മക്കളുണ്ട്. അതാണ് വാഗ്ദാന പ്രകാരമുള്ള മക്കൾ. അതാണ് റോമ 9:8 പറയണത്. എബ്രാഹത്തിൻ്റെ വിശ്വാസം ഫോളോ ചെയ്യുന്നവർ. കാര്യം വിശ്വാസം. പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു ഭയങ്കര സങ്കടം എന്താണെന്നറിയാമോ? ഈ വിശ്വാസത്തിൽ പോലും പൗലോസ് അപ്പോസ്തലൻ ആരെയാണ് മാതൃകയാക്കണത്? എബ്രാഹത്തിനെയാണ്. പക്ഷേ മറിയത്തിൻ്റെ കാര്യം വരുമ്പോൾ എബ്രാഹം ഒരു നല്ല മാതൃകയല്ല. എന്താ കാര്യം? എബ്രാഹത്തിനോട് പറയണത് എന്താണ്? 18 നമ്മുടെ ഉൽപ്പത്തി പുസ്തകം 18:10 ഉൽപ്പത്തി പുസ്തകം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഉൽപ്പത്തി 18:10 കർത്താവ് പറഞ്ഞു, വസന്തത്തിൽ ഞാൻ തീർച്ചയായും തിരികെ വരും. നോക്കിയേ, എബ്രാഹത്തിനോട് കർത്താവ് എന്താ പറഞ്ഞത്? വസന്തത്തിൽ ഞാൻ തീർച്ചയായും തിരികെ വരും. ഞാൻ തീർച്ചയായും തിരികെ വരും. അപ്പോൾ നിന്റെ ഭാര്യ സാറായിക്ക് ഒരു മകനുണ്ടായിരിക്കും. ഇവിടെ വസന്തമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഏത് വസന്തമെന്ന് പറഞ്ഞിട്ടില്ല. ടൈം പറഞ്ഞിട്ടില്ല. ടൈം എന്നും പ്രശ്നമാണ്. ടൈമും സ്ഥലവും പ്രശ്നമാണ്. ഇപ്പം സ്ഥലത്തിൻ്റെ കാര്യവും നമുക്ക് എപ്പോഴും ഒരു പ്രതിരോധം ഉണ്ടാകുന്നത് സ്ഥലം കൊണ്ടോ സമയം കൊണ്ടോ ആയിരിക്കും. ദൈവം ഇടപെടുന്നത് അവിടെ തന്നെ ഇരിക്കും. എൻ്റെ സഹോദരങ്ങൾ വൃത്തിയായിട്ട് ഈ വിഷയം മനസ്സിലാക്കണം. അതായത് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകണത് നമ്മുടെ സാഹചര്യം എന്ന് പറയുന്ന സാഹചര്യം പ്രതികൂലം. ഇപ്പം ചില പറയത്തില്ലേ, സാഹചര്യം പ്രതികൂലമാണെന്നൊക്കെ പറയത്തില്ലേ? അതെന്താ വെച്ചാൽ അത് ചില സമയദോഷം എന്നൊക്കെ പറയും, ചില സ്ഥലത്തിൻ്റെ സ്ഥാനത്തിൻ്റെ കുഴപ്പം പറയും. പക്ഷേ ഞാൻ ആ രീതിയിൽ സംസാരിക്കുകയല്ല. ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ സാഹചര്യത്തിൻ്റെ 2 എൻറ്റിറ്റീസാണ് ടൈം ആൻഡ് സ്പേസ്. ഇത് ചില സമയത്ത് നമുക്ക് സർവൈവിങ്ങിന് എതിരെ നിൽക്കും. ഇത് ചില സമയത്ത് ദൈവം തന്നെ ഷിഫ്റ്റ് ചെയ്യും. അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇപ്പം അമ്മയുടെ കാര്യം തന്നെ. അതായത് ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് വെച്ചാൽ ഗ്രേസ് കിട്ടുന്ന മുമ്പ്, ഗ്രേസ് ഡബിൾ ചെയ്യുന്ന മുമ്പ് ഷിഫ്റ്റിംഗ് ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, ഒരു സാഹചര്യത്തിൽ മറ്റൊരു സാഹചര്യത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പം നിങ്ങൾ അയ്യോ ദൈവം എന്നെ തള്ളിക്കളഞ്ഞ് ഞാൻ ചത്ത് കളയോ എന്നൊന്നും പറഞ്ഞേക്കരുത്. കാര്യം ഷിഫ്റ്റിംഗ് ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഉദാഹരണത്തിന് 2:5 വായിച്ചേ, ലൂക്കായുടെ സുവിശേഷം. ശ്രുതികട്ടെ ലൂക്ക 2:5. പേരെഴുതിക്കാനായി പറഞ്ഞോളൂ. ഗലീലയിലെ പട്ടണമായ നസറത്തിൽ നിന്ന് യൂദയായിൽ ദാവീദിന്റെ പട്ടണമായ ബേത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടുകൂടി പോയി. അതായത് മറിയം 9 മാസം 10 ദിവസം ഉള്ളപ്പോൾ 9 മാസം 7 ദിവസം ഉണ്ടപ്പോൾ ഷിഫ്റ്റ് ചെയ്യണം. കണ്ടില്ലേ? ഷിഫ്റ്റ് ചെയ്യാൻ പറ്റാത്ത സമയമാണിത്. ഗർഭിണിയല്ല, പൂർണ്ണ ഗർഭിണിയാണ്. ഇനി 72 മണിക്കൂർ ബാക്കി നിൽക്കുമ്പോൾ എന്തിനാണ് ഇവരെ ഷിഫ്റ്റ് ചെയ്യണത്? ഇറ്റ് ഇസ് നോൺ സെൻസ്. ആർക്കും അറിയാൻ പറ്റാത്തത്. പ്രത്യേകിച്ച് ഒരു ലേഡിയോട് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഒരു ലേഡിയോടും ലോകത്ത് ആരും ചെയ്യാൻ പറ്റാത്ത, ദൈവം ഒട്ടും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ദൈവം ചെയ്യണത്. ചില സമയത്ത് നമ്മളോട് ദൈവം ഒരു കാലത്തും നമ്മുടെ മാതാപിതാക്കന്മാർ പോലും ചെയ്യാത്ത
നമ്മുടെ ശത്രുക്കൾ പോലും ചെയ്യാത്ത അപരാധങ്ങൾ ചെയ്തെന്ന് നമുക്ക് തോന്നണ ചില സമയമുണ്ട്. ഇത് നിങ്ങൾ മൈൻഡ് ചെയ്യണം, വളരെ സീരിയസ് വിഷയമാണിത്. കാര്യം ഇവർക്കൊരു കുഴപ്പമില്ലാത്ത നല്ല ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത ആളാണ്. ഒരു 10 മാസം മുമ്പ് ഇവർ പ്രഗ്നൻ്റ് ആകണ മുമ്പ് മാലാഖ വന്ന് സ്തുതിയൊക്കെ പറഞ്ഞ ആളാണ് അല്ലേ. അവിടെ പറഞ്ഞ ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ് എന്നൊക്കെ പറഞ്ഞ ആളാണ്. അപ്പോൾ ഇവരുടെ ഒരു കുഴപ്പങ്ങളൊന്നുമുള്ള ആളല്ല, കൃപ നിറഞ്ഞ ആളാണ്. അപ്പം കൃപ നിറഞ്ഞ ആളായിട്ടും ഇവരോട് ഈ ദ്രോഹം ചെയ്യേണ്ട കാര്യമില്ല. കന്യാമ്മയുടെ കൂടെ മര്യാദക്ക് ആ വീട്ടിൽ പ്രസവിക്കാൻ വേണ്ടി ഉള്ള കുഴമ്പും എണ്ണയും തുണിയൊക്കെ വാങ്ങിച്ച് സെറ്റാക്കിയിരിക്കണം. ഈ സെറ്റപ്പിൽ നിന്ന് പെട്ടെന്ന് ഇവർ ലിഫ്റ്റ് ചെയ്ത് കളയും. ഈ ലിഫ്റ്റിങ് ഏത് സമയത്തും ഉണ്ടാകാം. അതായത് ഞാനിതൊക്കെ അമ്മയ്ക്ക് തന്നെ പഠിച്ചത്. ഇവർ ഷിഫ്റ്റിങ് വരുമ്പോൾ, ഷിഫ്റ്റിംഗ് കാലഘട്ടത്തിൽ ഇവർ ഉപയോഗിച്ച 2 നിലപാടുകളുണ്ട്. നമ്മൾ എങ്ങനെയാണ് ഗ്രേസുമായിട്ട് ഫ്രണ്ടിലാണെന്ന് പറയണം. ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞിട്ട് കാര്യമില്ല. ദൈവത്തിൻ്റെ കൃപയുടെ പോക്കുവരവുകളോട് ഒരു വളരെ ഫ്രട്ടേൺ ആയിട്ടുള്ള ഒരു നിലപാടുകൾ എടുക്കേണ്ടി വരും. അല്ലാതെ മോന്തം കയറ്റി പ്രാർത്ഥനയും ഇല്ല, ഭക്ഷണവും ഇല്ല, ഞാനിനി ഒരു ദൈവത്തിനടുത്ത് പ്രാർത്ഥിക്കട്ടില്ല, എല്ലാ ദൈവത്തിനും പ്രാർത്ഥിച്ച് ഞാൻ അവസാനം ഈ പരുവത്തിലായി, ഇങ്ങനെയുള്ള ചീപ്പ് ഡയലോഗൊന്നും അടിക്കാതെ മര്യാദക്ക് ആഴമുള്ള വിശ്വാസിയെപ്പോലെ ദൈവദിവസത്തിന് വ്യാപരിക്കണം. അങ്ങനെ നീ വ്യാപരിക്കുന്ന വരെ ഷിഫ്റ്റിംഗ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം നിങ്ങൾ അതിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മ കണ്ടില്ലേ, അമ്മ ഈ ഷിഫ്റ്റിംഗ് കാലഘട്ടത്തിൽ ഒന്ന് നോക്കിയേ, ഞാൻ തന്നെ ഓർത്തിട്ട് ആത്മരോഷം കൊണ്ടിട്ടുണ്ട്. ഈ വയറും വലിച്ചുകൊണ്ട് എത്ര കിലോമീറ്ററാണ് ഇവരെ കൊണ്ടുപോയി. ഇവർ നസ്രത്തിൽ താമസിക്കുകയാണ്. ഞാൻ ആ വഴി വണ്ടി പോയ ആളാണ്. എന്നിട്ട് ഏതാണ്ട് 4 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ തിരിച്ച് ഈ ബെത്ലഹേമിൽ നിന്ന് നസ്രത്തിൽ നിന്ന് ബെത്ലഹേമിൽ എത്തിയത്. അത് വണ്ടി പോയിട്ടാണ്. നല്ല ഒന്നാമത് ഇസ്രായേൽ റോഡെന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി ഇൻ്റർനാഷണൽ റോഡാണ്, ചുമ്മാ പറപ്പിച്ചിട്ട് പോകും. അങ്ങനെ പോയിട്ട് നമ്മൾ അമ്മ താമസിച്ച സ്ഥലത്ത് വരുമ്പോൾ 4 മണിക്കൂർ ഓട്ടോ പറ്റിയുണ്ട്. അപ്പോൾ അവിടെ എല്ലാം കൂടി ഒറ്റക്ക് പോയിരിക്കണതാണ്. നടന്ന് ഈ അസപിതാവുമായിട്ട് ഈ ഉയർത്ത വയറുമായിട്ടാണ് ബെത്ലഹേമിലേക്ക് പോണത്. എന്തിനാണ് ആ കനേഷ്മാർ വേണമെങ്കിൽ നീട്ടി വെക്കാൻ വരുന്നത്, അല്ലെങ്കിൽ പ്രസവത്തിന് നേരത്തെ ഒരു 6 മാസം മുമ്പ് വെക്കാൻ വരുന്നത്. ദൈവത്തിന് എങ്ങനെ നിന്നെ സഹായിക്കാൻ പറ്റും? എപ്പോഴും സഹായിക്കത്തില്ല. അത് നീ ദൈവത്തോട് ഇടിവെക്കാൻ നോക്കരുത്, ബഹളം ഉണ്ടാക്കരുത്. മര്യാദയ്ക്ക് അമ്മ തന്നൊരു വഴിയുണ്ട്. എന്താണ്? 2 സമയത്ത് ഈ ഷിഫ്റ്റിംഗ് കാലഘട്ടത്തിൽ അമ്മ ബോധപൂർവ്വം ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. എന്താണ്? ഹൃദയത്തിൽ സംഗ്രഹിച്ചോ. അപ്പം നിങ്ങൾ പറയും, എത്ര പേര് എന്നേക്കാൾ മോശമായിട്ടുള്ള എൻ്റെ ക്ലാസ്മേറ്റുകളൊക്കെ ജോലി കിട്ടിപ്പോയില്ല, എന്നേക്കാൾ നേരത്തെ എൻ്റെ കൂട്ടുകാരത്ത് എനിക്ക് നാണമാണിപ്പോൾ പുറത്തിറങ്ങി നടക്കാൻ. കാര്യം എന്നേക്കാൾ താമസിച്ച് കല്യാണം കഴിച്ച 3 കൊല്ലം താമസിച്ച് കല്യാണം കഴിച്ചവർക്കൊക്കെ ഇപ്പോൾ 2 പിള്ളേരായി. അപ്പോൾ അവരൊക്കെ പിള്ളേരെ കൊണ്ടുവരുമ്പോൾ എനിക്ക് പേടിയാണ്. അപ്പോൾ നമ്മൾ ദൈവം എന്താ എന്നോട് ഇങ്ങനെ ചെയ്തത്? നിനക്ക് എപ്പോഴെങ്കിലും നീ ആരോടും പറഞ്ഞില്ലെങ്കിൽ നീ സ്വന്തമായിട്ട് ചോദിക്കെങ്കിലും ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് നോൺ സെൻസ്. അതിവിടെ സ്റ്റോപ്പ് ചെയ്യണം. എന്നിട്ട് മിണ്ടാതിരുന്നിട്ട് പറയണം. കാര്യം അമ്മ ഈ കാലഘട്ടം, ഈ ഷിഫ്റ്റിംഗ് കാലഘട്ടത്തിലെ കാര്യം നമുക്കറിയാം. ഗ്രേസ് നമുക്കറിയാം. ഒരു കാര്യം എൻ്റെ മക്കൾ മനസ്സിലാക്കണേ, അതായത് ദൈവം എന്ന് വെച്ചാൽ ഒന്നും മുതലാകാത്തൊരു ദൈവമാണ്. സത്യദൈവമാണെങ്കിൽ ഒന്നും മുതലാകാത്ത ആളായിരിക്കും. ഇപ്പോൾ ഈശോനെക്കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? ഈശോനെക്കുറിച്ച് എന്താ പറഞ്ഞത്? ഈശോയെക്കുറിച്ച് പറഞ്ഞത് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ ലഭിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു വിഷയമുണ്ട്. അത് ആദ്യത്തെ വചനം നോക്കണം. എന്താ ആദ്യത്തെ വചനം? എന്താണ് പറയണത്? അതായത് കൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് നമ്മൾ ലൂക്ക 1:28 വായിക്കുന്നുണ്ട്. കൃപ. അപ്പം പക്ഷേ ഈ കൃപ നിറഞ്ഞത് കൊണ്ട് മാത്രം നിൻ്റെ ദൈവം ഹാപ്പിയല്ല. എന്താ കാര്യം? നിങ്ങളുടെ അപ്പൻ ചിലപ്പോൾ നിങ്ങളിപ്പോൾ PDC പഠിച്ചതുകൊണ്ട് ചിലപ്പോൾ അപ്പന് താല്പര്യം ഉണ്ടാകത്തില്ല. ചിലപ്പം അതാണ് പ്രശ്നം. ബി പെർഫെക്റ്റ് ആസ് യുവർ ഹെവൻലി ഫാദർ ഈസ് പെർഫെക്റ്റ് പറയത്തില്ലേ ബൈബിളിൽ? കർത്താവ് പറഞ്ഞ വാക്കല്ലേ 1:5-48. അതായത് പരിപൂർണതയിലേക്കുള്ള വഴികളിൽ കോംപ്രമൈസ് ഇല്ലാത്ത പഠനങ്ങൾ ദൈവപൈതലിൻ്റെ പരിശീലനത്തിൻ്റെ ഭാഗമാണ്. നിങ്ങളെ വൃത്തിയും വിനയമുള്ള ദൈവപൈതലാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് മുമ്പിലുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് കീപ് ക്വയറ്റ്. അമ്മ എന്താ പറഞ്ഞത്? 2:19, 2:52
വലിയ പ്രസംഗങ്ങൾ നടക്കുമ്പോൾ മറിയം ഹൃദയത്തെ സംഗ്രഹിച്ചു അതേക്കുറിച്ച് ധ്യാനിച്ചു കൊണ്ടിരുന്നെന്നാണ് പറയണത് അല്ലേ. അപ്പം ഷിഫ്റ്റിംഗ് കാലഘട്ടത്തിൽ മിണ്ടാണ്ടിരിക്കണം. എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് ആ ഒരു കുഞ്ഞിനൊക്കെ 4 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് കിട്ടിയത്. അപ്പോൾ അതിനിപ്പോൾ മലദൂരവും ഇല്ല. അപ്പോൾ എത്രയോ പേരെ ഇവിടെ വന്നെന്നറിയാവോ. അപ്പോൾ ഞാൻ അങ്ങനെ 2 കേസ് ആഴ്ചയുണ്ടായിരുന്നു. ഞാൻ നിങ്ങളുടെ അനുഭവങ്ങളെയാണ് ഇപ്പോൾ അച്ഛനിലൂടെ ഈശോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഇങ്ങനെ എന്ത് സംഭവിക്കാം. പണ്ട് ഞാൻ എൻ്റെ ഇടവകയിൽ പള്ളിത്തോട്ടിരിക്കുന്ന കാലത്ത് ഞാൻ 2 ആഴ്ച ഇല്ലായിരുന്നു. തിരിച്ചു വന്നപ്പോൾ ഒരു ചേടത്തി വന്ന് എന്നെ തല്ലാൻ പോണ പോലെ പറഞ്ഞ് ഇത് എവിടെ പോയി കിടക്കണമെന്ന് ചോദിച്ചു. അന്ന് ഞാൻ കൊച്ചച്ഛനാണ്. എന്നോട് അധികാരമായിട്ട് ചോദിക്കാനുള്ള സ്നേഹം അവർക്കുണ്ട്. കാര്യം വെച്ചാൽ അവർ 3-4 പ്രാവശ്യം എൻ്റെ മേടെ തിരക്കി വന്നിട്ട് കണ്ടില്ല. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ ഉറ്റ ബന്ധു മരിച്ചുപോയി. അപ്പോൾ ഭർത്താവിൻ്റെ ഇപ്പം അത് കൃത്യമായിട്ട് 93 കേസാണ്. ഇപ്പം ജസ്റ്റ് ഇവിടെ ഓർത്തു പോയത് കൊണ്ട് പറയുകയാണ്. അതായത് എന്താ പ്രശ്നം വെച്ചാൽ അവരുടെ ഭർത്താവ് മരിച്ചു, അതാ പ്രശ്നം. അത് നേരത്തെ മരിച്ചു, ഇപ്പം മരിച്ചതല്ല. ഇപ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ മകളുടെ ഭർത്താവ് മരിച്ചു, അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അതൊക്കെ മുമ്പ് വേറെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മകളുടെ ഭർത്താവ് മരിച്ചിട്ട് ചിറ്റപ്പനാണ് പണ്ട് ഇവരെയൊക്കെ സംരക്ഷിച്ചുകൊണ്ടിരുന്നത്. അപ്പൻ്റെ അനിയന് ഇഷ്ടമില്ലാത്തൊരു കല്യാണമാണ് ഈ മകളെ കഴിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അയാളെ ഡിസോൺ ചെയ്ത് അപ്പോഴും മകളിപ്പോൾ കെട്ടി വീട്ടിൽ വന്ന് നിൽക്കണം. അപ്പോൾ എല്ലാം കൊണ്ട് ഇവർക്ക് ഭ്രാന്ത് പിടിച്ചിട്ട് അന്ന് എൻ്റെ അടുത്ത് വന്നതാണ് 93 ഏത് കാലഘട്ടമാണ്. മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. പിന്നെ 10 കൊല്ലം കഴിഞ്ഞ് അമ്മ മാതാവ് പ്രത്യക്ഷ. ഇപ്പം ഇവർക്ക് ഒരു ആശ്വാസം കിട്ടുക എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലാതെ ഇവർ ഭ്രാന്ത് പിടിക്കുക. അപ്പോൾ ഞാൻ ഇവരുടെ ബൈബിളെ കൈ വെച്ചിട്ട് വിശ്വാസപ്രമാണം ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ അവർ വിശ്വാസപ്രമാണം ചൊല്ലി. അന്ന് ഞാൻ പറഞ്ഞു 2 നമ്പർ പറയാൻ പറഞ്ഞു. അവർ 2 നമ്പരൊക്കെ പറഞ്ഞ് ഈശോ എന്നാ പറഞ്ഞു നോക്കണല്ലോ. ഇവിടെ എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല, മാനുഷികമായിട്ട് സംസാരിക്കുന്ന വിഷയമല്ലല്ല. അപ്പോഴേ ഈശോ പറഞ്ഞ് ഇത്രയേ ഉള്ളൂ, അക്കാലങ്ങളിൽ സൂര്യൻ തണുത്തു പോകും, ചന്ദ്രൻ പ്രകാശം തരത്തില്ല, നക്ഷത്രങ്ങൾ നിബദിക്കും, അപ്പം മനുഷ്യപുത്രൻ വരുമെന്ന്. ഞാൻ പറഞ്ഞ് സൂര്യൻ തണുത്തുപോയി, ഭർത്താവ് മരിച്ചു, ചന്ദ്രൻ പ്രകാശം തരുന്നില്ല, ചിറ്റപ്പൻ ഹെൽപ്പ് ചെയ്യാത്തൊരു മൂഡിലാവുന്നിരിക്കും, നക്ഷത്രങ്ങൾ നിബദിക്കുന്നു, മകള് ഭർത്താവിനെ ഉപേക്ഷിച്ച് വീട്ടിൽ വന്ന് നിൽക്കണം. അപ്പോൾ ഇപ്പോൾ അടുത്ത വരി എന്താണ്? അന്നേരം മനുഷ്യപുത്രൻ വാനമേഘങ്ങൾ എഴുന്നള്ളി വരുന്നത് നിങ്ങൾ കാണും. പ്രൈസ് ദി ലോർഡ്. ഇത് പറഞ്ഞോടുകൂടി ഇതിങ്ങനെ പറയുമ്പോൾ അഭിഷേകം ഉണ്ടാകത്തില്ല. പക്ഷേ ആ സമയത്ത് എനിക്കും അഭിഷേകം വന്ന് അവർക്കും അഭിഷേകം വന്നു. ഇനി ഒന്നും പറയേണ്ടെന്ന് പറഞ്ഞു. അവരിനി പറഞ്ഞു ഇനി അച്ഛനൊന്നും പറയേണ്ടെന്ന് എല്ലാം മനസ്സിലായെന്ന് പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതല്ല വിഷയം, അതെൻ്റെ ദൈവം അറിഞ്ഞാണ് സംഭവിക്കുന്നതെന്ന് ഉള്ള ബോധ്യം ആ ചേർത്തിക്കൊണ്ടായ പോലെ അതിനേക്കാൾ വലിയ ബോധ്യം അമ്മയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അമ്മയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുകയുള്ളൂ. അല്ലാതെ അയ്യോ എൻ്റെ കൂട്ടുകാർക്കെല്ലാം അവരെല്ലാം കൈകാരി പോയില്ല, ഞാനാണല്ലോ ഇങ്ങനെ കിടക്കണത് എന്ന് നമുക്ക് വേണമെങ്കിൽ മാനുഷികമായി ചിന്തിക്കാം. പക്ഷേ നിങ്ങൾ ഉടമ്പടിയുടെ കുഞ്ഞുങ്ങളാണ്. അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ദൈവമായിട്ട് എഗ്രിമെൻറ്റിലുള്ള ജീവിതമാണ്. അപ്പോൾ ദൈവത്തിന് നിങ്ങളെ ഒരു പദ്ധതി ഉണ്ടാക്കി വെച്ച് കാണും ചിലപ്പോഴേ. അത് നിങ്ങളുടെ ബുദ്ധി മോശം കൊണ്ടോ നല്ല ചിന്ത കൊണ്ട് തൽക്കാലത്തെ കൊണ്ട് ഇടപാടുകളാകാം. പക്ഷേ ചിലപ്പോഴേ ഷിഫ്റ്റിംഗ് വന്നെന്ന് വരാം. ഓരോരോ വിഷയങ്ങൾക്ക് ഷിഫ്റ്റിംഗ് വരും. ഷിഫ്റ്റിംഗ് വരുമ്പോൾ ബഹളം ഉണ്ടാക്കരുത്, മിണ്ടാണ്ടിരിക്കണം. ജോലിയാകും, ചിലപ്പോൾ പിരിച്ചു വിട്ടെന്ന് വരും. ജോലി ചിലപ്പോൾ പിരിച്ചു വിടും. ഒരു ഷിഫ്റ്റിംഗാണ് ഇതിനകത്തുള്ള. എൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് കൃപ നിറഞ്ഞവളെ സ്വസ്തി ലൂക്ക 1:28. പക്ഷെ അതുകൊണ്ട് നിൻ്റെ ദൈവം നീ കുറച്ച് ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞേക്കാം. നിങ്ങൾ ദൈവത്തോട് അടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? IELTS പാസ്സാകാൻ വേണ്ടി മാത്രമാണ്, ബെസ്റ്റ് വിൽക്കാൻ വേണ്ടി മാത്രമാണ്, പ്രൊമോഷൻ കിട്ടാനും PR കിട്ടാൻ വേണ്ടി മാത്രമാണ്. ദൈവത്തിന് അങ്ങനെ ഒരു പദ്ധതിയില്ല. ഇവൻ ക്രൂശിക്കപ്പെട്ടത് അവൻ്റെ രക്തം ഭൂമി വീണതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നിത്യതയാണ്. നിത്യതയിലേക്ക് നിന്നെ കെട്ടിയെടുക്കണമെങ്കിൽ നിനക്ക് ഗ്രേസ് വേണം. ഗ്രേസ് ഉണ്ടായാൽ മാത്രം പോരാ. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ ലഭിച്ചിരിക്കുന്ന ഒരു ഓപ്ഷനുണ്ട്, ഒരു പ്രൊവിഷനുണ്ട്. എന്താണ്?
അതുകൊണ്ടാണ് മാതാവ് ഇപ്പം നമ്മൾ ലൂക്ക 1:28 കൃപ നിറഞ്ഞവളെ സ്വസ്തി, അമ്മ കൃപ നിറഞ്ഞതാണ്. അതുകൊണ്ട് അത് ലാസ്റ്റ് വാക്കല്ല. ഇപ്പം നമ്മളൊരു ഡിഗ്രി എടുത്തു, അത് വിദ്യാഭ്യാസത്തിൽ ലാസ്റ്റ് വാക്കല്ലല്ലോ, പിന്നെ കിടക്കുന്ന PhDയും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പം അതുപോലെ ദൈവം നിന്നെ വളരാൻ പറ്റുമെന്നെങ്കിൽ, കൃപയിൽ നിലനിൽക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ദൈവം നിന്നെ ഇതുപോലെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അത് ഹെൽപ്പ് ചെയ്യണത് നമുക്ക് ചില സമയത്ത് ഷിഫ്റ്റിംഗ് ആയിട്ടാണ് ഫീൽ ചെയ്യണത്. അതിൻ്റെ ഉദ്ദേശം ഈ 1:16 യോഹന്നാൻ 1:16 എന്താണ്? ഇപ്പം അവൻ്റെ നാമത്തിൽ ഒന്ന് പറഞ്ഞേ, അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ ലഭിച്ചിരിക്കുന്നു. അപ്പോഴേ ദൈവം കണ്ണുവെക്കണം എവിടെയാണ്? നമ്മുടെ കൃപ, ഗ്രേസ് അപ്പോഴും ഗ്രേസാണ്. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ നിൽക്കണം. കഴിഞ്ഞ കൊല്ലം ഈ സമയത്ത് ഞാൻ എവിടെയാണ്? ഞാൻ കോയമ്പത്തൂർ ഹോട്ടലിൽ താമസിക്കുകയില്ല. അവിടെ അങ്ങനെ ആളൊന്നുമില്ല. കോവിഡായിട്ട് ക്വാറൻറ്റൈനിൽ പോയതാണ്. 1 മാസം ഞാൻ കോവിഡായി കിടക്കരുത്. എത്ര ഒരു 3 പ്രാവശ്യം ഇതിനുള്ളിൽ ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. അപ്പോഴെല്ലാം പോസിറ്റീവ്. 1 മാസം മൊത്തം പോസിറ്റീവ്. എന്നുവെച്ചാൽ ക്രിസ്മസ് കാലം മുഴുവനും പോസിറ്റീവ്. അതായത് ഒരു ഇത് വർഷം മുതൽ ഡിസംബറിൽ 6-ാം തീയതി അവിടെ പോയി അഡ്മിറ്റായിട്ട് ഞാൻ പിന്നെ നെഗറ്റീവ് ആകണത് ഡിസംബർ 30-ാം തീയതിയാണ്. നോക്കി ഈ കാലം എന്ത് ചെയ്യായിരുന്നു ഞാൻ? ഈ കഴിഞ്ഞ കൊല്ലം ഏറ്റവും കൂടുതൽ ജപമാല ചൊല്ലിയിരിക്കുന്നത് ആ ഒരു ടൈമിലാണ്. ഒരു ദിവസം 26, 27, 30, 35 വരെ 35 ജപമാല വരെ ഒരു ദിവസം ചൊല്ലുന്നുണ്ട് കോവിഡ്. എന്നെ സംബന്ധിച്ചുള്ള ഷിഫ്റ്റിംഗ് ടൈമാണത്. എനിക്ക് കാര്യം അറിയാം. കാര്യം ഇത് കൃപ അപ്ലോഡ് ചെയ്യുന്ന ടൈം